സാധിക്കണപ്പോഴല്ലേ ദുആ ചെയ്യാ, മന്ത്രിക്കുക, ഇതൊക്കെ അല്ലേ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ആമീൻ ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ ദുആയും ഒക്കെ വേണം. നല്ലൊരു കുട്ടിയാണ് നമ്മുടെ പ്രവർത്തകനൊക്കെ, നല്ല 5 വഖ്ത് നിസ്കാരം മറ്റൊക്കെ ഉള്ള നല്ല ഒരു, അപ്പോ നല്ലൊരു കുടുംബമാണ് അവര്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അപ്പൊ ആ കുട്ടി വന്നപ്പോൾ മന്ത്രിച്ച് ഓതി കൊടുക്കാൻ വേണ്ടിട്ടേ ഞാൻ നിർത്തി വെച്ചാൽ തൽക്കാലം. അതാണ് പിന്നെ മൈക്ക് ഒഴിവാക്കിയിട്ട് വീണ്ടും മൈക്കിലേക്ക് ഒന്നാമത്. അപ്പൊ താനൂര് ലൈവ് ഉണ്ടല്ലോ, മുഹമ്മദ് ഷഫി, എന്താണ് മുഹമ്മദ് സഹീഖോ അല്ലെ, മുഹമ്മദ് എന്താണ്, ആഷിഖാണ്, ആഷിഖ്. നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ കേൾക്കൂല, അവരവിടെ പരിപാടി നടക്കുകയാണ്. അപ്പൊ PM ചെയ്തിട്ട് അവരെ അറിയിച്ചാൽ മതി എന്റെ വിഷയം. ഒക്കെ റെക്കോർഡ് ചെയ്യില്ല, അങ്ങനെ വേറൊക്കെ റെക്കോർഡ് ചെയ്യാ. എന്നിട്ട് ഒരു പൊതുസമ്മേളനം മറ്റൊക്കെ ആവുമ്പോ, ഒരു പൊതുപരിപാടി മറ്റൊക്കെ ആവുമ്പോ നമ്മൾ ലൈവ് കൊടുക്കേണ്ടി വരും നമ്മുടെ പല ആളുകൾക്കും. പക്ഷെ അതിൽ വാബൊക്കെ ആവുമ്പോ അത് എല്ലാ വാബും ഇങ്ങനെ ഇപ്പൊ നമ്മള് അതൊക്കെ റെക്കോർഡ് ചെയ്ത് നമുക്ക് ഒഴിവുണ്ടാകുന്ന സമയത്തൊക്കെ എപ്പോഴേ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതാണ് സലാം ചെല്ലുന്നതിനെ കുറിച്ച് ചോദിച്ചാണ്. സലാം മടക്കുന്നത് ഫർള് കിഫായയാണോന്ന്. എന്താ ഫർള് കിഫായ എന്ന് പറഞ്ഞാല്, ഒരാള് പ്രവർത്തിച്ചാൽ എല്ലാവരുടെയും കുറ്റം ഒഴിവായി, ആരും പ്രവർത്തിച്ചില്ലെങ്കിലും എല്ലാവരും കുറ്റക്കാരുമാണ്. മൈതസ്കാർക്കപ്പം അങ്ങനെയാണല്ലോ അല്ലെ. ഒരു മഹലിലൊരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കുറച്ചാളുകൾ മൈതസ്കരിച്ചാൽ എല്ലാവരും കുറ്റം ഒഴിവായി, ആരും സ്കെച്ചില്ലെങ്കിലോ ആ മഹൽക്കാരൊക്കെ കുറ്റക്കാരാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഫർള് കിഫായയാണോ ഈ സലാം മടക്കൽ എന്നാണ് ചോദിച്ചത്. അതെ, അങ്ങനെ തന്നെയാണ്. അതെപ്പോ അത് ഒരു സംഘത്തിനാണ് സലാം ചെല്ലിക്കണമെങ്കിൽ, ഒരാളിൽ ഇത് ഒരു സംഘത്തിന് ഒരു 8-10 ആൾക്കാരെ ഒന്നുകൊണ്ട് വരുന്നുണ്ട്, ഒരാൾ വന്ന് അങ്ങോട്ട് പോവുകയാണ്, ഇവന്റെ ഇത് അങ്ങോട്ട് സലാം അലൈക്കും പറഞ്ഞു. എന്നാൽ ആ 10 ആളുകൾ അടങ്ങുന്ന സംഘടന അതിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ സലാം അടക്കി നിൽക്കുക, എന്നാൽ അപ്പോ അവർക്ക് നിർബന്ധമായ ആ കാര്യം നിർവഹിച്ചതായിട്ട് പരിഗണിക്കപ്പെടും. ഫർള് കിഫായാണ്, എല്ലാവരും കുറ്റത്തിന് ഒഴിവായി, ആരും അടക്കില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും ചെയ്യും. എന്നാൽ എല്ലാവരും അടക്കുകയാണെങ്കിലും അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എല്ലാവരും ഫർള് കൂട്ടിയ ആളുകളാവും ചെയ്തു. ഇതുപോലെ ഒരു മഹലിൽ കുറെ ആൾക്കാരൊക്കെ മൈസ്കെച്ച് നിൽക്കുക, എന്നാൽ എല്ലാവരും ഫർള് കൂട്ടിയവരാണ്. ആരെങ്കിലും ഒരാൾ നിർവഹിച്ചാൽ തന്നെ എല്ലാവരും കുറ്റം ഒഴിവാകും. അതുപോലെ തന്നെയാണ് ഈ സലാം നടക്കുന്നതിന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. അതാണ് നബിമാം റോളെ പറയാണ്, ഇബ്തിദാഉസ്സലാമി സുന്നത്തുൻ മുഅക്കദത്തുൻ. സലാം തുടങ്ങൽ മുഅക്കദായ സുന്നത്താണ്. ഒരാൾ എന്ത് ചെയ്യാ, അങ്ങോട്ട് സലാം ചെയ്യില്ല, അത് മുഅക്കദായ സുന്നത്താണ്. അയാൾ അപ്പോൾ മറ്റുള്ളവർക്ക് മടക്കലാണെങ്കിലോ ഫർളുമാണ്, വാജിബാണ്, നിർബന്ധമാണ്. സാധാരണ നമ്മൾ ഫർളും സുന്നത്തും ആയാൽ ഏതിനാ അധികം കൂടി ഫർളിനാണ്. പക്ഷെ അതിനെതിരാണ് ഏത്, അതിന് ഒഴിവാണ് ഏത്, ഈ സലാമിന്റെ വിഷയം. സലാം ചെല്ലൽ സുന്നത്താണ് അല്ലെ, ആ സുന്നത്തിനാണ് മടക്കുന്ന വാജിബിനേക്കാളും കൂലിന. അതങ്ങനെ, അതാണ് അപ്പൊ ആ നിയമത്തിൽ ഇത് ഒഴിവാണെന്ന് അർത്ഥം. അപ്പൊ സലാം തുടങ്ങൽ സുന്നത്തുൽ മുഅക്കദത്താണ്. ഫഇൻ സുല്ലിമൈക്കോട്ടെ, ഫഇൻ സുല്ലിമ അലാ വാഹിദിൻ, ഇനി ഒരാളുടെ മേൽ സലാം ചെല്ലപ്പെട്ടു, ഒരാളെന്ത് ചെയ്ത് ഒരാളുടെ മേൽക്കാൻ സലാം ചെല്ലിയത്, ഒരാൾക്കാണ് സലാം ചെല്ലിയത്, എന്നാൽ വജബ അലൈഹി റദ്ദു, അവൻ തന്നെ മടക്കണം, അവനത് മടക്കല് പിന്നെ നിർബന്ധമായി. നേരെ മറിച്ച് ഫഇൻ സുല്ലിമ അലാ ജമാഅത്തിൻ, ഇനി സംഘത്തിന്റെ മേൽ സലാം ചെല്ലപ്പെട്ടാലോ, ഒരാളല്ല കുറെ ആളുകളുണ്ട്, അവർക്കാണ് സലാം ചെല്ലുന്നത്, എന്നാലോ ഫറദ്ദു അല ഫീ ഹഖ്ഹിം ഫർളു കിഫായ, അപ്പോൾ അവരുടെ ഹഖിൽ സലാം അടക്കുക എന്നുള്ളത് ഫർളു കിഫായയാണ്. അപ്പൊ ഫഇൻ റദ്ദ അഹദുഹും, ആരെങ്കിലും ഒരാൾ സലാം അടക്കി നിൽക്കുക, എന്നാൽ സഖത്തൽ ഹർജു അനിൽ ബാഖീന, ബാക്കിയുള്ള ആളുകൾക്കൊന്നും പിന്നെ ആക്ഷേപമില്ല, അത് അവർക്കൊന്നും പിന്നെ കുറ്റമില്ല, അവര് പിന്നെ ഒരാൾ മടക്കിയാൽ. ഇനി വഇൻ റദ്ദൽ ജമീഉ, എല്ലാവരും മടക്കി നിൽക്കുന്നാലോ എന്നാ കാനു മുഅദ്ദിനൽ ഫർളി, അവരെല്ലാവരും ഫർള് വീട്ടിയവരാകും. അത് തന്നെ സവാൻ റദ്ദു മഅൻ ഔ മുതആഖിബീന, ഇനി അവരെല്ലാവരും ഒന്നിച്ച് മടക്കിയാലും വേണ്ടില്ല, ഇനി അതല്ല ഓരോരുത്തർ വേറെ ഒരാൾക്ക് കഴിഞ്ഞിട്ട് മറ്റൊരാൾ, ആൾക്ക് കഴിഞ്ഞിട്ട് മറ്റൊരാൾ, അങ്ങനെ മടക്കിയാലും വേണ്ടില്ല. ഇങ്ങനെയായാലും എല്ലാവരും മടക്കിയാൽ എല്ലാവരും ഫർള് വീട്ടിയവരാകും. ആരെങ്കിലും ഒരാൾ മടക്കിയാൽ തന്നെ എല്ലാവരുടെയും കുറ്റം ഒഴിവാവുകയും ചെയ്യും. അതാണ് സലാം മടക്കുന്നതിന്റെ വിധി. ഒരു സംഘത്തിന് സലാം ചെല്ലിയാൽ ആ സംഘത്തിന്റെ ഭാഗത്ത് നിന്നോട്ട് സലാം മടക്കുന്നതിന്റെ വിധി അങ്ങനെയാണ്. നേരെ മറിച്ച് ഫഇനിം തനഉ കുല്ലുഹും, ആരും സലാം അടക്കില്ല നിൽക്കുക, എന്നാലോ
നാസിമു എല്ലാവരും കുറ്റക്കാരാവുകയും ചെയ്യും. വലൗ റദ്ദ ഗൈറു മൻ സുല്ലിമ അലൈഹി. അങ്ങനെയുണ്ട്. ഇനി ആരുടെ മേലാണോ സലാം ചെല്ലപ്പെട്ടത് അവരല്ലാത്തവരാ മടക്കിയത്. ഉദാഹരണം പറയുകയാണെങ്കിലേ ഒരാൾ ഇവിടുന്ന് അങ്ങനെ പോവാണ്, അപ്പൊ ഒരു 8-10 ആൾക്കാർ അവിടെ ഇങ്ങോട്ട് വരണ്ട്. ഈ ആള് അവർക്ക് അസ്സലാമലൈക്കും പറഞ്ഞു, ആ 10 ആൾക്കാർക്ക് സലാം ചൊല്ലി. അവരാരും മടക്കിയില്ല. പിന്നെ ആരാ മടക്കിയത്? അതിന്റെ സൈഡിൽ ഒരാൾ ഒരു പെട്ടിക്കടക്കാരുണ്ടായിരുന്നു. അയാൾ വലൈക്കും സലാം എന്ന് പറഞ്ഞു. ഇയാളിപ്പോ ആ പെട്ടിക്കടക്കാരനാണ് സലാം ചൊല്ലിക്കുന്നത്? അല്ല, അയാൾ ആർക്കാ സലാം ചൊല്ലിയത്? ആ ഇങ്ങോട്ട് വരുന്ന ടീമിനാ സലാം ചൊല്ലിയത്. പക്ഷെ അവരാരും മടക്കിയില്ല, ഇയാളാ മടക്കിയത്. എന്നാൽ ഈ ടീമിന്റെ കുറ്റം ഒഴിവാകൂല. ആരുടെ മേലാണ് സലാം ചൊല്ലിയത് അവരിൽപ്പെട്ട ഒരാൾ മടക്കണം, എന്നാലേ കുറ്റം ഒഴിവാകുള്ളൂ. അതാ വലൗ റദ്ദ ഗൈറു മൻ സുല്ലിമ അലൈഹി. ആരുടെ മേലാണ് സലാം ചെല്ലപ്പെട്ടത് അവരല്ലാത്ത ആള് മടക്കി നിൽക്കും, എന്നാലോ ലം യസ്ഖുതുൽ ഫർദു അമ്മൻ സുല്ലിമ അലൈഹി. ആരുടെ മേലാണ് സലാം ചെല്ലപ്പെട്ടത് അവരുടെ കുറ്റം ഒഴിവാവുകയില്ല. വയകൂനു ഇബ്തിദാഉ സലാമി അയ്ളൻ സുന്നത്തൻ മുഅക്കദ് സുന്നത്തൻ അൽ കിഫായത്തി. ഈ സലാം അങ്ങോട്ട് ചെല്ലുക, അത് എന്താണ് അതിന്റെ ഹുക്മ്? അതെന്താണ്? അത് സുന്നത്ത് കിഫായാണ്. പിന്നെ അങ്ങനെയാണ് സുന്നത്ത് കിഫായ എന്ന് പറയും, സലാം അങ്ങോട്ട് ചെല്ലുക. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇവര് കുറെ ആൾക്കാരുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് കുറെ ആൾക്കാർ പോകുന്നുണ്ട്, അവിടുന്ന് കുറെ ആൾക്കാർ ഇങ്ങോട്ടും വരുന്നുണ്ട്. ഈ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആളുകളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ സലാം ചൊല്ലി നിൽക്കുക. എന്നാൽ അവരെ പിന്നെ ആ സലാം ചൊല്ലൽ കൊണ്ടുള്ള കൽപ്പന ഉണ്ടല്ലോ, ആ കൽപ്പന പിന്നെ കൽപ്പന പാലിച്ചവരായി എല്ലാവരെയും പരിഗണിക്കപ്പെടും എന്നർത്ഥം. സലാം ചെല്ലാൻ വേണ്ടി സുന്നത്ത് കൊണ്ടുള്ള കൽപ്പന ഉണ്ടല്ലോ, ആ കൽപ്പന പാലിച്ചവരായി എല്ലാവരും പരിഗണിക്കപ്പെടും, ആരെങ്കിലും ഒരാൾ സലാം ചൊല്ലിയാൽ തന്നെ. അതാണ് സുന്നത്ത് കിഫായ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു സംഘം കണ്ടുമുട്ടി ആഖരീന വേറെ സംഘത്തെ. എന്നിട്ടോ ഫസല്ലമ അഹദു ഹഉലായി, ഈ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ സലാം ചൊല്ലി അലാ ഹഉലായി മറ്റേ സംഘത്തിന്റെ മേൽ, എന്നാൽ കഫാ ദാലിക അത് മതിയാകുന്നതാണ് ഫി ഇഖാമത്തി അസ്ലി സുന്നത്തി. അസ്ലു സുന്നത്ത് ഉണ്ടല്ലോ, ആ അസ്ലു സുന്നത്ത് നിലനിർത്തുന്ന വിഷയത്തിൽ അത് മതിയാകുന്നതാണ്. മനസ്സിലായല്ലേ? ഉസ്താദ് വേറെ ചോദിച്ചാട്ടെ, ഉസ്താദെ കടൽ വെള്ളം ഉപ്പുവെള്ളമല്ലേ, അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റുമോ? ഇവിടെ അത് ഇന്നലെ ഒരാൾ ചോദിച്ചിരുന്നു, കടൽ വെള്ളം ഉപ്പിന്റെ രുചിയല്ലേ, അതുകൊണ്ട് അത് തൊഹൂറാണെന്ന് വെച്ചിട്ടല്ലേ എന്ന് നമ്മൾ മറുപടിയും പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ നേരത്തെ തന്നെ പകൽ സമയത്തൊക്കെ നോക്കുമ്പോ ഇവിടെ ആളഞ്ഞു വേറാണെന്ന് അറിയില്ല, ഇവിടെ പബ്ലിക് ടെക്സ്റ്റ് ചെയ്തിരുന്നു ഇതേ ചോദ്യം തന്നെ. അപ്പൊ ആദ്യം വന്ന ചോദ്യം എന്താണെന്ന് അറിയില്ല, ഏതായാലും ശരി അയാളാണെന്നും അറിയില്ല, ഏതായാലും ശരി. ഇപ്പൊ കടൽ വെള്ളേ പിന്നെ കടൽ വെള്ളം അതിനിടയിൽ കറാഹത്തിന്റെ ഖിലാഫില്ല വേണ്ടി കൂടുതൽ ഇടയിൽ ഇതല്ലേ, അത് ഇൻഷാല്ലാ പിന്നെ പറയാം. ഇതിലേക്ക് ഇതാണ് പറയട്ടെ. അപ്പോ കടൽ വെള്ളം തൊഹൂറാണോ? അതിന് ഉപ്പുരുചിയല്ല ഉള്ളത് എന്നാ. അത് ഉപ്പുരുചി ആരും വേണ്ട, എന്ത് രുചിയാലും വേണ്ട, അത് തൊഹൂറാണ് എന്ന് ഹദീസ് ഉണ്ട്. വ്യക്തമായിട്ട് ആ വിഷയത്തിൽ നെസ്സന്നുണ്ട്, ശരിയായ ഹദീസ് തന്നെ ഉണ്ട്. എന്താ ഹദീസ്? മല്ലം അങ്ങനെയുണ്ട്, മല്ലം യുതഹിറുഹു മാഉൽ ബഹരി ഫലാ തഹറഹുല്ലാഹ്. എന്താ ഹദീസ് അല്ലേ? മല്ലം യുതഹിറുഹു മാഉൽ ബഹരി ഫലാ തഹറഹുല്ലാഹ്. കടൽ വെള്ളം ഒരാളെ ശുദ്ധീകരിച്ചില്ല നിൽക്കുക, എന്നാ പിന്നെ അവൻ അള്ളാഹുത്തെ ശുദ്ധീകരിക്കാതിരിക്കട്ടെ പിന്നെയെന്ന്. ഒരാളെ കടൽ വെള്ളം ശുദ്ധീകരിച്ചില്ല നിൽക്കുക, എന്നാൽ പിന്നെ അവനെ വേറെ അള്ളാഹുത്തര നിരക്കും വേറെ ശുദ്ധീകരിക്കാതിരിക്കട്ടെ എന്ന്. അതിപ്പോ എന്താണ് റസൂലുള്ള ആ കാര്യം അത്രയും ഗൗരവമായിട്ട് മനസ്സിലാവാനായിട്ട് പറഞ്ഞാണേ. അങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവും. 27 വെള്ളിയാഴ്ച വേണ്ടോ പള്ളി പോയിട്ട് ചാറുമ്പോ എന്താ ഇതിന്റെ അർത്ഥം അല്ലെ? 27 വെള്ളിയാഴ്ച കൊണ്ട് പള്ളി പോയിട്ട് ചേർന്നാല് ഇത്രയും പ്രധാനപ്പെട്ട ദിവസം കൂടിയും പള്ളി പോയിട്ട് ഇഞ്ഞോ പള്ളി പോണ ഇനി കാക്കേണ്ടതില്ല എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലേ? ഇനി പോകും പള്ളി പോണ കാര്യം ഇനി കാക്കേണ്ടതില്ല എന്നാണ്. അതുപോലെയാണ് ഇപ്പൊ ഇത് കടൽ വെള്ളം ഒരാളെ ശുദ്ധീകരിച്ചില്ല നിൽക്കുക, എന്നാ ഇനി പോനെ ഇനി വേറൊന്നും ഇനി ശുദ്ധീകരിക്കൂല. അപ്പൊ അത്രക്കും റസൂലുള്ളാഹി ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയണ നിലക്ക്. അതിന്റെ അർത്ഥം കടൽ വെള്ളം തൊഹൂർ തന്നെയാണ് എന്ന്. ഇനി അവിടെ യാതൊരു ചോദ്യത്തിനും പിന്നെ അവകാശമില്ല,
അത് ഉപ്പുരുചിയാവട്ടെ എന്താവട്ടെ, അതിന് ഞാൻ ചോദ്യത്തിനുള്ള യാതൊരു അവകാശവും ഇല്ല. കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാനെ വേറെ ഒന്നും ശുദ്ധീകരിക്കൂല. റവാഹു ദാറഖുത്നി ബിസ്നാദിൻ ഹസനിൻ, ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ദാറഖുത്നി ആണ്, ഹസനായ ഇസ്നാദോട് കൂടിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ വലി അന്നഹു, അതാണ് ഒരു കാരണം, ഈ ഹദീസാണ് ഒരു കാരണം. മറ്റൊരു കാരണം വലി അന്നഹു ലം യതഗയ്യർ അൻ അസ്ലി ഖിൽഖതിഹി, ആ കടൽ വെള്ളത്തിന്റെ അതിന്റെ ആ അസ്ലുൽ ഖിൽഖത്ത് ഉണ്ടല്ലോ അല്ലേ, അതിന്റെ ആ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം ആയ ആ രൂപം, ആ രൂപത്തിന് അതിനുണ്ടായിട്ടില്ല, അതിനെ മാറ്റാൻ വന്നിട്ടുമില്ല. കടൽ വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോ തന്നെ എങ്ങനെയാണ്, ഏത് രീതി, എങ്ങനെ ഉപ്പുരുചിയോട് കൂടിയാണ് അതിന്റെ ഖിൽഖത്ത് തന്നെ അങ്ങനെ, അതിന്റെ പടപ്പത്തരം തന്നെ അങ്ങനെയാണ്. അതിന് വേറൊരു മാറ്റം വന്നിട്ടില്ല. വെള്ളം അതിന്റെ അസുര സ്വഭാവത്തിൽ നിന്ന് മറ്റൊരു സ്വഭാവം വരുന്നതിനാണ് പകർച്ചയാവേണ്ടത്. ഈ കടൽ വെള്ളത്തിന്റെ അസുര സ്വഭാവം തന്നെ അങ്ങനെയാണ്, ഉപ്പുരുചിയാണ്. അപ്പൊ അതുകൊണ്ട് ആ അസുര സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടും ഇല്ല. അതുമാണ് അത് തുഹൂറാന്ന് പറയാൻ മറ്റൊരു കാരണം. അപ്പൊ അപ്പൊ അത് കടൽ വെള്ളം അല്ലാത്ത മറ്റുള്ളതിനോട് സാദൃശ്യമായി അതുപോലെയായി അത്, അതാണ്. എന്ന് മാത്രമല്ല, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ നർക്കബുൽ ബഹറ വനഹ്മിലു മഅനൽ ഖലീല മിനൽ മാഇ, ഞങ്ങൾ സമുദ്രയാത്ര നടത്താറുണ്ട്, ഞങ്ങളാണെങ്കിലോ പോകുമ്പോൾ കുറച്ച് വെള്ളം മാത്രമേ കൊണ്ടുപോകും ചെയ്യുള്ളൂ, അങ്ങനെ പറ്റും ചെയ്യുള്ളൂ. സമുദ്രയാത്ര ഞങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോകും. അങ്ങനെ ഫഇൻ തവല്ലഅനാ ബിഹി, ആ കുറച്ച് വെള്ളം കൊണ്ട് ഞങ്ങൾ ഒളു ചെയ്യുകയാണെങ്കിൽ അതസ്ന, പിന്നെ ഞങ്ങൾക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാണ്ടാവില്ല. പിന്നെ അതുകൊണ്ട് അപ്പൊ നതവല്ലഉ ബിമാഇൽ ബഹരി, അതുകൊണ്ട് ഞങ്ങൾ സമുദ്രവെള്ളം കൊണ്ട് ഒളു ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചു റസൂലുള്ളാഹ്. ഫഖാല, റസൂൽ പറഞ്ഞു, ഹുവ തഹൂറു മാഉഹു അൽ ഹില്ലു മൈതതുഹു, കടലിലെ വെള്ളം തഹൂറും അതിലെ ശവം തഹൂറും ഹലാലുമാകുന്നു എന്ന് പറഞ്ഞു റസൂലുള്ളാഹ്. എന്താ വേണ്ടതില്ലേ, ഞങ്ങൾ സമുദ്രയാത്ര നടത്താറുള്ളൂ, പോകുമ്പോ കുറച്ച് വെള്ളം കൊണ്ടുപോകും, ആ വെള്ളം ഞങ്ങൾ ഒലു ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ദാഹിക്കുമ്പോ കുടിക്കാൻ വേണ്ടി വെള്ളം ഉണ്ടാവൂല. അതുകൊണ്ട് ഞങ്ങൾ കടൽ വെള്ളം കൊണ്ട് ഒലു ചെയ്യട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ രണ്ട് കാര്യം അവിടെ പറഞ്ഞു. കടലിലെ വെള്ളം ശുദ്ധിയാണ്, ഹുവ തഹൂറു മാഉഹു, അല്ലേ, ആ കടലിലെ വെള്ളം ശുദ്ധിയാണ്, അതിന് പുറമെ അൽ ഹില്ലു മൈതതുഹു, അതിലെ ശവം, അതിന്റെ മീനൊക്കെ ഉണ്ടല്ലോ, അത് ചത്താലും അത് ഹലാലുമാണ് പറഞ്ഞു. ഹദീസുൻ സഹീഹുൻ റവാഹു മാലിക് ഫി മുവത്ത, ഈ ഹദീസും ഇമാം മാലിക് മുവത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഷാഫിഈ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം റളിയല്ലാഹു തആല അൻ, അബൂ ദാവൂദ്, തിർമിദി, നസാഇ വഗൈറുഹും എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖാല ബുഖാരി ഫി ഗൈരി സഹീഹി ഹുവ ഹദീസുൻ സഹീഹുൻ, ഇമാം ബുഖാരി തങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹീഹ് അല്ലാത്തതിൽ ഈ ഹദീസ് സഹീഹാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹ് അല്ലാത്തത് സഹീഹാണ് പറഞ്ഞിരിക്കുന്നു. ഇമാം ബുഖാരി തങ്ങളുടെ സഹീഹുൽ ബുഖാരി ഉണ്ടല്ലോ, സഹീഹുൽ ബുഖാരിയുള്ള ഹദീസ് മാത്രമല്ലല്ലോ ഇമാം ബുഖാരിന്റെ അടുക്കലുള്ളത്, വേറെയും ധാരാളം ഹദീസുകൾ ഉണ്ടല്ലോ. അപ്പൊ സഹീഹുൽ ബുഖാരി അല്ലാത്ത മറ്റു ഏതോ അദ്ദേഹം ക്രോഡീകരിച്ച അദ്ദേഹം പിന്നെ കിതാബില് ഈ ഹദീസിനെ സംബന്ധിച്ച് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വഖാല തിർമിദി ഹദീസുൻ ഹസനുൻ സഹീഹുൻ. പിന്നെ ഉളുഹിയ്യത്ത് അറുക്കുമ്പോൾ 7 ആടിനെ അറുക്കുന്നതോ ഒരു പോത്തിനെ അറുക്കുന്നതാണോ അഫ്ളൽ? 7 ആടിനെ അറുക്കലാണ് അഫ്ളൽ. നമ്മുടെ ഫുഖഹാ ആ കാര്യം അവരുടെ കിതാബുകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അല്ലെ. 7 ആടിന്റെ സ്ഥാനത്താണ് ഒരു പശു മൂരിയൊക്കെ, ഒരു പശു മൂരി, ഒട്ടകം, ഇതൊക്കെ 7 ആടിന്റെ സ്ഥാനത്താണ്. എന്നാൽ ഒരാള് അപ്പോ ഒരു പശുവിനെ അറുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മൂരിനെ അറുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഏതാണ്? 7 ആടിനെ അറുക്കുകയാണ്. 7 ആടിനെ അറുക്കലാണ്. ആ 7 ആടിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പശുവിനെയും മൂരിനെയും പോത്തിനെയും എരുമനെയൊക്കെ അറുക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. പിന്നെ 7 ആടിനെ അറുക്കുക. പിന്നെന്താണ് വേറെ? തഹജ്ജുദ് നിസ്കാരം കുറച്ച് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ നിയ്യത്ത്
എന്താ സഹോദരി എഴുതിക്കണം? എന്താ തജൂദ് നിസ്കാരം? എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ എന്താണിപ്പോ എഴുതിക്കുക? ഞാൻ ഒന്നും ഇവിടെ പേസ് ചെയ്യും, നിങ്ങൾക്കാക്കി മനസ്സിലാക്കണമെങ്കിൽ. അപ്പൊ അയാളുടെ കളിയാക്കി നിങ്ങളാരും അറിയില്ല ഇപ്പൊ ആരാന്നുള്ളത്. ഇതാണിപ്പോ എഴുതിക്കുന്നത്. അപ്പൊ തഹജുദിനല്ലേ നിസ്സാരം നിസ്കാരം നയിക്കും അല്ലേ? തഹജു നിസ്കാരം ടാനെഴുതിക്കണം എന്താണ്? കുറച്ച് ഒന്ന് പറയണം, പ്രത്യേകം നിയ്യത്ത് കൂടാ. തഹജ്ജുദ് നിസ്കാരത്തിന്റെ നിയ്യത്ത് ഏതായാലും ശരിയാ. നമുക്ക് ഇത് ഒന്നും തിരിയാത്ത ആളാണ് ഞാന്. അപ്പൊ എന്റെ അത്ര ഇത് ഇംഗ്ലീഷ് ഒന്നും തിരിയില്ല പറഞ്ഞാല് ഒരു ഇതാണല്ലേ. എന്റെ അത്രയും തിരിയാതിരിക്കാച്ചാലേ. അപ്പോ തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാലേ, തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫീമെയിലും ആരെങ്കിലും ആയിക്കോട്ടെ അല്ലേ. പിന്നെ തഹജ്ജുദ് നിസ്കാരം അത് രാത്രി ഉറങ്ങിയതിനു ശേഷം അത്തനഫുലു ലൈലൻ ബഅദ നൗമിന, അതാണ് തഹജ്ജുദ്. തഹജ്ജുദ് പറഞ്ഞാൽ രാത്രി ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം, അതാണ് തഹജ്ജുദ്. അപ്പൊ തഹജ്ജുദ് നിസ്കാരം രാത്രി എന്ത് ചെയ്യുന്നു? ഉറങ്ങണം. ആ ഉറക്കിൽ നിന്ന് ഉണർന്നതിന് ശേഷം സുബ്ഹിന്റെ മുമ്പാവുകയും വേണം. അപ്പൊ രാത്രി ഉറങ്ങിയതിനു ശേഷം സുബ്ഹിന്റെ മുമ്പായി നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. നിയ്യത്ത് എന്താണ്? നിയ്യത്ത് തഹജ്ജുദ് എന്ന സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു, 2 റക്അത്ത് നിസ്കരിക്കുക. പിന്നെ നിസ്കരിക്കണേ പിന്നെ അതേ നിയ്യത്ത് തന്നെ പിന്നെ 2, 4, 6, 8, 10, 100, 1000 എത്രയാവാം. തഹജ്ജുദ് നിസ്കാരത്തിന് അതിന്റെ റക്അത്തിന് കണക്കില്ല, എത്രയും നിസ്കരിക്കാം. പിന്നെ ഫീമെയിൽ ആയിരിക്കുന്നവരാണ് ഇംഗ്ലീഷ് ചെയ്യാത്തതോ? ഫീമെയിലിനാണ് ഇപ്പൊ മെയിലിനേക്കാളും ഇംഗ്ലീഷ് തിരിയാൻ. അത് അതുകൊണ്ടൊന്നുമല്ല. ഒരാൾ ജീവൻ ചെയ്തിട്ടാണേ. പിന്നെ കറാഹത്ത് 2 തരാണ്. കറാഹത്തും ഖിലാഫുൽ ഔലി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാലേ, കറാഹത്ത് 2 തരം കറാഹത്തുണ്ട്. ഒന്ന് തഹരീമിന്റെ കറാഹത്തുണ്ട്, തൻസീഹിന്റെ കറാഹത്തുണ്ട്. അത് തഹരീമിന്റെ കറാഹത്ത് സംഗതി ഹറാം തന്നെയാണ്, ഹറാം തന്നെയാണ്, ഹറാമിന്റെ കുറ്റമാണ് അതിന്. പിന്നെ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ആ തെളിവിന്റെ ശക്തി ഉണ്ടല്ലോ, തെളിവുകളുടെ ശക്തി കുറവിന്റെ അടിസ്ഥാനത്തിലാണ് ഹറാമും തഹരീമിന്റെ കറാഹത്ത് എന്നൊക്കെ പറഞ്ഞത്. അത് പിന്നെ അതിന്റെ അപേക്ഷയെ അതൊക്കെ ഒരു ഇസ്തിലാഹകളാണ്. അതൊക്കെ ആ കാര്യം ചെയ്യാൻ പറ്റുകയില്ല നിരോധിച്ചുകൊണ്ടുള്ള ഹദീസുണ്ട്. അപ്പൊ അത് പിന്നെ അതേ സമയത്ത് അത് വ്യക്തമായ ഹറാമ് എന്നത് പറയാൻ മാത്രമുള്ള ശക്തി ഇല്ലേനും. അങ്ങനൊക്കെ ആകുമ്പോൾ അതിന് അത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ തഹരീമിന്റെ കറാഹത്ത് എന്നൊക്കെ പറയും. ഹറാമിന്റെ പിന്നെ കുറ്റമാണ്. പിന്നെ അള്ളാഹു ഇവിടെ ഒന്ന് പറയുമോ? എന്താ മനസ്സിലായില്ല? അള്ളാഹു എവിടെയെന്ന് പറയുമോ? പക്ഷെ ഞാന് അള്ളാഹു എവിടെയെന്ന് പറയുമോ എന്ന് വല്ലാത്ത ചോദ്യമാണല്ലേ. അള്ളാഹു എവിടെയെന്ന് പറയാൻ എന്താ അർത്ഥം? അള്ളാഹു ഏത് ഇടത്തിലാണെന്നല്ല അതിന്റെ അർത്ഥം അല്ലേ? അള്ളാഹു എവിടെയാണ് എന്നതിനർത്ഥം എന്താണ്? ചോദ്യത്തിന്റെ അർത്ഥം അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ എന്താണ്? ഏത് ഇടത്തിലാണെന്നല്ല ഇതിന്റെ അർത്ഥം അല്ലേ? അമീർ ഇരിങ്ങല്ലൂർ ഇപ്പൊ എവിടെയെന്ന് ചോദിച്ചാൽ അമീർ ഇരിങ്ങല്ലൂർ ഏത് ഇടത്തിലാണെന്ന് അതിന്റെ അർത്ഥം, ഏത് ഇടത്തിലാണ്. അപ്പൊ അള്ളാഹു ഏത് ഇടത്തിലാണ് എന്നാണ്? അള്ളാഹുവിന് ഇടം ആവശ്യമില്ല. കാരണം ഇടം ഉണ്ടാക്കുന്നതിന് മുമ്പ് അള്ളാഹു തന്നെ ഉണ്ടല്ലോ. അതാണ് ഈ ഇടം അള്ളാഹു ഉണ്ടാക്കിയല്ലേ. ആ ഇടം അള്ളാഹു സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് അസ്ഥാനത്താണ്. അവന് സ്ഥലത്തിലേക്ക് ആവശ്യമില്ല. അവന് കാലങ്ങളിലേക്കോ സ്ഥലങ്ങളിലേക്കോ ഒന്നും ആവശ്യമില്ല.
ആവശ്യമില്ലാത്ത അതിന് തൊട്ടൊക്കെ സ്ഥലങ്ങളെ തൊട്ടും കാലങ്ങളെ തൊട്ടൊക്കെ പരിശുദ്ധവാനായവനാണ് അല്ലാഹു തആല. അപ്പൊ എന്നാലും എവിടെ എന്നൊരു ചോദ്യം ഉണ്ടാവൂലല്ലേ? അത് തിരിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവന്റെ 100% അവന് മനസ്സിലാക്കാൻ ആരെയും സാധിക്കുകയില്ല. ആർക്കും സാധിക്കുകയില്ല. ഇസ്തവാരർശ അല്ലാഹു തആല അർശിന്റെ മേൽ കയറ്റി വെച്ചിരിക്കുന്ന അപ്പൊ അർശിനെ സൃഷ്ടിക്കാൻ മുമ്പ് അള്ളാഹുടെ ഇസ്തവാര അർശിയാണ് എന്താണെന്ന്. ഇസ്തവാര അർശിയാണ് അല്ലാഹു തആല അർശിന്റെ മേലെ കയറിയിരിക്കുകയാണ്. എന്തൊരു മോശമാണ് അതൊക്കെ അല്ലേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ സൃഷ്ടിക്കാൻ മുമ്പ് എവിടെ എന്നുള്ള ചോദ്യം വരില്ല അപ്പൊ അവിടെ. അപ്പൊ ആദ്യം അല്ലാഹു തആല വേറോടെ കയറിയിരിക്കുന്നു ഇല്ല, അവൻ അർശിനെ സൃഷ്ടിച്ചതിന് ശേഷം അർശിലേക്ക് കയറിയിരുന്നോ? എന്താണ് അപ്പൊ അതൊക്കെ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലങ്ങളെ തൊട്ടും മക്കാനുകളെ തൊട്ടും ഒക്കെ പരിശുദ്ധവാനാണ്. അതാണ്. പിന്നെ അല്ലാഹ് എവിടെയാണ് എന്ന ചോദ്യം ഇല്ലേ, അത് നമുക്കറിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബുദ്ധിക്ക് ചോദിച്ചല്ലേ. എന്നെ സൃഷ്ടിച്ച, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച, ഈ ഭൂമിയെ സൃഷ്ടിച്ച, ഈ ഭൂമിയിലെ സകല വസ്തുക്കളെയും സൃഷ്ടിച്ച, ഈ ഭൂമിന്റെ 1000 ലക്ഷം ഒക്കെ ഇരട്ടി വലിപ്പമുള്ള കോടാനുകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഇതിനൊക്കെ പരിപാലിക്കുന്ന അള്ളാഹുണ്ടല്ലോ, ആ അള്ളാഹു തആല ഈ നിസ്സാരവാനായ എന്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളണമെന്ന് ഞാൻ വാശി പിടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? സാധിക്കൂല. മൊത്തത്തിൽ ഒരു നിയമമുണ്ട്. എന്താ ഒരാളുടെ 100% മനസ്സിലാക്കണമെങ്കിൽ ആ ആളുടെ അത്ര ഉയർന്ന ആൾക്കതിന് സാധിക്കുള്ളൂ എന്നാണ്. ഒരാളുടെ കുൻഹ ഹഖീഖത്ത്, ഒരാളുടെ യാഥാർത്ഥ്യം പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ആ ആളുടെ അത്ര ഉയർച്ച, തന്റെ ഇടവും ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ആൾക്കതിന് സാധിക്കുള്ളൂ. അപ്പൊ ശംസുലൈമ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശംസുലൈമന്റെ അത്ര വിവരവും പാണ്ഡിത്യവും പിന്നെ തന്റെ ഇടവും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ള ആൾക്കേ സാധിക്കുള്ളൂ. മറ്റിപ്പോ നമ്മള് ശംസുലൈമ വലിയ മൂല്യരാണ് അല്ലേ എന്നൊക്കെ പറയാൻ നല്ല കിതാബൊക്കെ വളരെ ഉഷാറായ അങ്ങനത്തെ. എന്നാലും മൂപ്പരെ കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കറിയില്ല. അത് നമുക്കറിയണേ നമ്മളിങ്ങനെ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിനെ കുറിച്ച് ഇത്ഹാഫില് ഉണ്ട്. എന്റെ ഇഹ്യാഉലുദ്ദീന്റെ വ്യാഖ്യാനം ഉണ്ടല്ലോ ശറഹിൽ. അതില് ഗസാലി ഇമാമിന്റെ ശേഷം ഗസാലി ഇമാമിനെ പൂർണ്ണ മനസ്സിലാക്കാൻ സാധ്യത ആളുമില്ല. കാരണം ഗസാലി ഇമാമിന്റെ അത്ര ഉയർന്ന ആൾ ഗസാലി ഇമാമിന് ശേഷം ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് റസൂലുള്ളാഹി ഈ ലോകത്ത് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. റസൂലുള്ളാഹിനെ സംബന്ധിച്ച് 100% മനസ്സിലാക്കാൻ ലോകത്ത് ആർക്കും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ അത്ര ഉയർന്ന ഒരാൾ വേറെ ഈ ലോകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിമാരിൽ റസൂലുള്ളാഹിനെ കൂടുതൽ മനസ്സിലാക്കിയ ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയവര് കൂടുതൽ മനസ്സിലാക്കിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതിന്റെ അർത്ഥം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 100% മനസ്സിലാക്കി എന്നല്ല, മനസ്സിലാക്കിയതിൽ കൂടുതൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിട്ടത്. അതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് അല്ലാഹു നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അതാണ് അതിന്റെ കണക്ക്. ഫിസ്സമാ എന്ന് പറഞ്ഞാൽ അപ്പൊ ആകാശത്തിന്റെ ഉള്ളിൽ ഇരിക്കണം. അതിനൊക്കെ വേറെ അർത്ഥം വെച്ചെടുക്കണേ. അതിനൊക്കെ ബഹുമാനപ്പെട്ട ഇമാനിങ്ങൾ ആ ഫിസ്സമാനൊക്കെ അർത്ഥം വെച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അള്ളാഹു അതിന് ഇമാമിങ്ങൾ അർത്ഥം വെച്ചിട്ടുണ്ട്. ഫിസ്സമാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അള്ളാഹു തആല ആകാശത്തിന് ഉള്ളിൽ ഇരിക്കാനുള്ളതല്ല. ഫിസ്സമായ ആകാശത്തിൽ നിന്നല്ലേ അല്ലെ? ആകാശത്തിൽ ഫി എന്ന് പറഞ്ഞാല് ആകാശത്തിൽ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ ഉള്ളിൽ ഇരിക്കാനുള്ളതല്ല. അപ്പൊ ആകാശത്തെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു അവിടെ ഇരുന്ന്. അപ്പൊ അതിനൊക്കെ ഏതാണ് അതിനൊക്കെ ഇമാനിങ്ങളൊക്കെ അതിന് പല അർത്ഥം വെച്ചു കൊടുക്കുന്നത്. ഫിസ്സമായ അള്ളാഹു തആലയുടെ ആധിപത്യം അല്ലെ? അവന്റെ ഭരണക്രമങ്ങളൊക്കെ നടക്കുന്നത് അവിടെയാണ്, അവന്റെ ഭരണക്രമങ്ങളൊക്കെ നടക്കുന്നത് അവിടെയാണ് എന്ന് ചെറിയ അർത്ഥം വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പലതുണ്ട്. പിന്നെ ഉസ്താദെ അസ്സലാമു അലൈക്കും. ജമാഅത്തിനും മുജാഹിദിനും സലാം പറയാമോ? ജമാഅത്തിനും മുജാഹിദിനും എന്നുള്ളൊരു ഇത് മുബ്തദീങ്ങൾക്ക് സലാം പറയാം. അതാണ് ഏറ്റവും നല്ലത്. മുബ്തദീങ്ങൾക്ക് സലാം ചെല്ലാമോ എന്ന്.
മുത്തദീങ്ങൾ സലാം ചെല്ലൽ കറാഹത്താണ്. അതാണ് ഇത് ജമാഅത്ത് മുജാഹിദ് മാത്രമേ ഇതുള്ളൂല്ലേ. പണ്ട് പാഠപുസ്തകത്തിൽ നിന്ന് പിന്നെ ഒഴിവാക്കിനെ കുറിച്ച് വലിയതുണ്ടായിരുന്നു. പണ്ട് പാഠപുസ്തകം എന്തായിരുന്നു? ജമാഅത്ത് മുജാഹിദീങ്ങൾ പോലെയുള്ള മുജാഹിദീങ്ങൾ അല്ല മുത്തദീങ്ങൾക്ക് സലാം ചെല്ലേണ്ടതില്ല അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ. സലാം ചെല്ലൽ ഹറാമാണ് കറാഹത്ത് ഒന്നുമില്ല, സലാം ചെല്ലേണ്ടതില്ല എന്നായിരുന്നുണ്ടായിരുന്നത്. അങ്ങനെ സമസ്ത വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ ചില അഭിപ്രായമുണ്ട്. അത് ആ വാക്ക് ഉണ്ട്. മുത്തദീങ്ങൾ എന്ന് പിന്നെ പുത്തനാശയക്കാർക്ക് മുത്തദീങ്ങൾ അതായത് പുത്തനാശയക്കാർക്ക് സലാം ചെല്ലേണ്ടതില്ല എന്നാക്കണം. ഞങ്ങൾ അത് കാരണം ഇറങ്ങിപ്പോയെന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഇല്ലേ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ബോർഡാണ്. ലോകത്തിൽ ഇത്ര വലിയ ഒരു ഇസ്ലാമിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇത്രയും വലിയ സംവിധാനമില്ല. ഈ സമസ്തന്റെ ലക്ഷക്കണക്കിന് പിന്നെ പുസ്തകങ്ങൾ ഉണ്ടാവും അല്ലെ. അതിലൊക്കെ സ്ഥലം പിടിക്കാൻ മാത്രമുണ്ട് കേരളത്തിലെ 2 ഞാനും സംഘടന ഈ ജമാഅത്തെ മുജാഹിദൊക്കെ. ഈ മഹാമോശാണൊക്കെ അല്ലെ എനിക്ക് തോന്നുകയാണ്. ലക്ഷക്കണക്കിൽ പുസ്തകങ്ങളിലെ സ്ഥലം പിടിക്കാൻ മാത്രമൊക്കെ ഉണ്ട് കേരളത്തിലെ 2 ഞാനൂർ സംഘടന പറഞ്ഞാലേ വളരെ മോശമാണ് അതൊക്കെ. അത്രയും 2 ഞാനൂർ സംഘടന സമസ്തന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകത്തിലൊക്കെ സ്ഥലം പിടിക്കാറുണ്ട്. അപ്പൊ അതല്ല മുത്തദീങ്ങൾക്ക് സലാം ചെല്ലുക. അപ്പൊ എല്ലാരും പെട്ട് അല്ലേ. പിന്നെ മുജാഹിദികൾ മാത്രമല്ലല്ലോ ഉള്ളത്. പിന്നെ എത്ര ഏതെല്ലാം മുത്തദീങ്ങളുണ്ട്, ഷിയാക്കൾ എന്തെല്ലാം വിഭാഗക്കാരുണ്ട്, ഖവാരിജികളും എന്തെല്ലാം കൂട്ടരുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുജാഹിദും ജമാഅത്തും തബ്ലീഗും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മുത്തദീങ്ങളില്ലേ. അപ്പൊ അവരൊക്കെ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി മുത്തദീങ്ങൾക്ക് ബ്രാക്കറ്റില് പിന്നെ മുത്തദീങ്ങൾക്ക് അഥവാ പുത്തനാശയക്കാർക്ക് സലാം ചെല്ലേണ്ടതില്ല. അത് ഞാൻ പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ആ പുത്തനാശയക്കാരൻ ആരാന്ന് ചോദിക്കും. അപ്പൊ കുട്ടികളില്ലേ, അപ്പൊ കുട്ടികൾക്ക് ഉദാഹരണം എടുക്കുക മുജാഹിദീങ്ങളും ജമാഅത്തേരിയും തബ്ലീഗുകാരെയും പിന്നെ ഈ അങ്ങനെ പലവരെയും അല്ലേ. പിന്നെ പുതുതായിട്ട് ഓരോ മുത്തദീങ്ങളൊക്കെ ഉണ്ടാകേണ്ടി അവരെയൊക്കെ ഉദാഹരണം പറഞ്ഞു കൊടുക്കും ചെയ്യാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, എനിക്ക് ഒരുപാട് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിസ്കരിക്കുന്നുണ്ട്. ഫർളിന്റെ സുന്നത്ത് നിസ്കാരത്തോ ഫർള് ഖളാ വീട്ടുന്നതോ നല്ലത്? എന്താണ്? ഇപ്പോൾ ഞാൻ നിസ്കരിക്കുന്നുണ്ട്. ഫർളിന്റെ സുന്നത്ത് നിസ്കരിക്കുന്നതോ ഫർള് ഖളാ വീട്ടുന്നതോ നല്ലത്? ഫർള് ഖളാ വീട്ട് നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ആ PM രസടിച്ചാണി. ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ PM തന്നെ രസടിച്ചാണി. ഇവിടെ പബ്ലിക്കായിട്ട് അടിക്കണ്ട. കാരണം പാരാ നിസ്കാരം ഖളാക്കിയ ആളുകൾ വേറെ ആരും അറിയണ്ടല്ലോ. സഹോദരൻ, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പൊ ഞാനീ പറഞ്ഞ ശ്രദ്ധിക്കുക. ഫർള് നിസ്കാരം എന്ന് പറയുന്നത് നിർബന്ധമായ വിഷയമാണല്ലേ. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്താന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർള് വഖ്ത് നിശ്ചയിച്ച ഒരു ഫർളാണ് ഏത്? പിന്നെ ഫർള് നിസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ്, വഖ്ത് നിശ്ചയിക്കപ്പെട്ടതാണ്. അത് ആ നിസ്കാരം അത് അതിന്റെ വഖ്ത് നിർവഹിക്കുന്ന നിർബന്ധമാണ്. അത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. യാത്രക്കാരാണെങ്കിൽ ജനനം കസറാക്കാൻ പറ്റും. പിന്നെ അത് രോഗികളാണെങ്കിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കാം. അതിനൊക്കെ പല വിധമുണ്ട്. ഒന്നും ഉണ്ടാക്കാൻ വെള്ളം കിട്ടില്ലെങ്കിൽ തേമം ചെയ്താൽ മതി. എങ്ങനെ നിസ്കാരം ഉപേക്ഷിക്കാൻ യാതൊരു മാർഗവും ഇല്ല. അപ്പൊ വളരെ നിർബന്ധമുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതിന്റെ അനുബന്ധങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് ഇളവ് നൽകിയിട്ടുണ്ട്. അനുബന്ധങ്ങൾക്കേ അതിന്റെ അല്ലാഹു തആല കുറെ ഇളവുകൾ നൽകിയിട്ടുണ്ട്. അതാണ് ഏത്? വെള്ളം കിട്ടിയില്ല, വെള്ളം തേമം ചെയ്തോ, എനിക്ക് നിൽക്കാൻ വയ്യ, എന്നാ ഇത് നിസ്കരിച്ചോ. ഞാൻ യാത്രക്കാരനാണ്, എന്നാ ഈ എമ്മാക്കിക്കോ. കണ്ടില്ലേ? അപ്പോ അതിന്റെ അനുബന്ധങ്ങൾക്ക് കുറെ ഇളവുകളുണ്ട്. പക്ഷെ അതേ സമയത്ത് ആ അതിനേക്കാളും അപ്പുറം പിന്നെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മളതൊന്നും ചെയ്യാൻ പറ്റില്ല, ഖളാ ആക്കാൻ പറ്റുകയില്ല. ഇനി നിങ്ങൾക്കത് നാളെ മഹ്ശറയിലെ ആദ്യത്തെ വിചാരണ നിസ്കാരത്തെ കുറിച്ചായിരിക്കും. അവ്വലുമാ യുഹാസബുൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ. ആദ്യമായി മഹ്ശറയിൽ വിചാരണ ചെയ്യുന്ന നിസ്കാരത്തെ കുറിച്ചായിരിക്കും. ആ നിസ്കാരത്തിന്റെ ആ വിചാരണയിൽ ഓനക്ക് നിസ്കാരം ഖളായിട്ടൊന്നുമില്ല, ഒക്കെ വളരെ കറക്റ്റ് നിൽക്കുക. എന്നതിന് ശേഷമുള്ളതിന് കുറെ എളുപ്പമായിരിക്കുന്ന, അത്ര വലിയ വല്ലാതെ ബേജാറാവേണ്ടയില്ല. നേരെ മറിച്ച് ആദ്യത്തെ വിചാരണ ആ നിസ്കാരത്തിലത്തെ ആ വിചാരണയിൽ അവൻ പരാജയപ്പെട്ട് നിൽക്കുക. എന്നാൽ ബാക്കിയുള്ളതിനെ കുറിച്ച് ഇനി പറയാനില്ല. പിന്നെ അതാണ്. അപ്പോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്
നമ്മൾ മരിച്ചു പോകുന്ന സമയത്തെ നിസ്കാരം ബാക്കി വെച്ചുകൊണ്ട് ഒരിക്കലും മരിക്കരുത്. നിസ്കാരം ബാക്കി വെച്ചുകൊണ്ട് ഒരിക്കലും മരിക്കരുത്. അതൊന്നും ഞാനൊരു എളുപ്പ പറഞ്ഞേ നിങ്ങൾക്ക്. ചിലവര് പറയുന്നില്ല അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. മുജാഹിദികളുടെ കഥ പറഞ്ഞത് നിസ്കാരം കളാക്കാൻ പാടില്ല, അഥവാ കളാക്കി എന്ത് ചെയ്താൽ മതി, തൗബ ചെയ്താൽ മതിയെന്ന്. കരുതി കുട്ടി അല്ലാതെ കളായിട്ടുണ്ടെങ്കിൽ വീട്ടണം, കരുതി കുട്ടിക്കാണ് തൗബ ചെയ്താൽ മതിയെന്ന്. എന്ത് പൊട്ടപ്പോഴത്താണ് അതൊക്കെ അല്ലേ സഹോദരന്മാരെ? കരുതി കൂട്ടിയാണെങ്കിലല്ലേ കൂടുതൽ പ്രശ്നമുള്ളത്. കരുതി കൂട്ടിയ കളാക്കുകയാണെങ്കിൽ തൗബ ചെയ്യുക. അതല്ലെങ്കിൽ ഉറക്കിലോ മറ്റൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഓർമ്മ നമസ്കരിക്കുക, ഉറക്കിൽ പെട്ടാൽ പിന്നെ ഉണർന്ന് നമസ്കരിക്കുക. കരുതി കൂട്ടിയിട്ടാണെങ്കിൽ തൗബ ചെയ്യുക. തൗബ എന്ന് പറയാമേ. അപ്പൊ അതൊന്നല്ല എന്റെ പ്രിയപ്പെട്ട സഹോദര, അത് ഉള്ളത് വിഷയം എന്ന് പറഞ്ഞാല് അത് നിസ്കരിക്കുക തന്നെ വേണം. അപ്പൊ നിങ്ങള് ഈ ഒരുപാട് കള ആയിട്ടുണ്ടെങ്കിൽ ആ ഫർള് മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുക. എത്ര വേഗം ചെയ്യാൻ സാധിക്കില്ലേ? ഒരു 100 റക്അത്ത് സുന്നത്തുകളും മറ്റൊക്കെ പാടത്തിട്ട് 50 നിസ്കാരം കള വീട്ടുന്നതിന് പകരം സുന്നത്ത് കൊടുക്കാൻ 100 നിസ്കാരം കള വീട്ടിക്കൂടെ? വജ്ജഹത്ത് വളരെ സുന്നത്ത നിർബന്ധമല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അല്ലാഹു അക്ബർ 100 ഫർസ്കാരം ഞാൻ കളാ കൂട്ടുന്നു നിയ്യത്ത് വെക്കുക, അല്ലാഹു അക്ബർ, വേഗം ഫാത്തിഹ തുടങ്ങുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലല്ലാലിൻ ആമീൻ പറഞ്ഞ ശേഷം എന്ത് ചെയ്യുക, റുക്ഉ ചെയ്യുക. അപ്പൊ അവിടെ നിങ്ങൾ വജ്ജഹത്തും ഓതണ്ട, ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തും ഓതണ്ട. റുക്കൂയിലൊക്കെ ചിലനൊക്കെ സുന്നത്താണ്. റുക്കൂയിൽ സുജൂദിലൊക്കെ ചെല്ലലുമുണ്ട്. അതൊക്കെ നിർബന്ധമല്ലാത്ത സുന്നത്താണ്. അപ്പൊ അതൊന്നും ചെല്ലണ്ട. അത് ചെല്ലണ്ടെങ്കിൽ ചെറിയ നമുക്ക് അടങ്ങി താമസിക്കണം. റുക്കൂയിലേക്ക് പോയിട്ട് അപ്പം തന്നെ ഉയരരുത്. റുക്കൂയിലേക്ക് പോയിട്ട് ചെറിയൊരു ഒന്ന് അടങ്ങി താമസിക്കുക, പെട്ടെന്ന് എഴുത്തുദാൽ ചെയ്യുക, എഴുത്തുദാലിൽ ഒന്ന് അടങ്ങി താമസിക്കുക, സുജൂദ് ചെയ്യുക, സുജൂദിലെ ഒന്ന് അടങ്ങി താമസിക്കുക, ഇരിക്കുക, പിന്നെ ആ ഇരുത്തത്തിലും ഒന്ന് അടങ്ങി താമസിക്കുക, രണ്ടാമത്തെ സുജൂദ് ചെയ്യുക, ആ രണ്ടാമത്തെ സുജൂദിലും അല്പം അടങ്ങി താമസിക്കുക, അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. അടുത്ത റക്അത്തിൽ ഫാത്തിഹ മാത്രം ഓതുക, സൂറത്ത് ഓതണ്ട, റുക്ഊ ചെയ്യുക, എഴുത്തുദാൽ ചെയ്യുക, സുജൂദ് ചെയ്യുക, അത്തഹിയാത്തിൽ ചെറിയ അത്തഹിയാത്ത് ഓതിയാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അതുവരെ. ഒരു പ്രാവശ്യം ചെല്ലൽ നിർബന്ധമില്ല, ഒറ്റ പ്രാവശ്യം ചെല്ലൽ നിർബന്ധം. ഒരു പ്രാവശ്യം ചെല്ലാൻ ഒഴിവുകൊണ്ട് ആയിക്കോട്ടെ അല്ലേ. അത്തഹിയാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വരെ ഓതുക മാത്രം, ശേഷം വേണ്ട. അങ്ങനെ നിങ്ങൾ നിസ്കരിച്ചു നോക്കി. അപ്പൊ 10 നിസ്കാരം ഖളാ വീട്ടുന്ന സ്ഥാനത്ത് 20 നിസ്കാരം ഖളാ വീട്ടാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ മേൽ നിർബന്ധമുള്ള നിസ്കാരത്തെ നിങ്ങൾ ഖളാ വീട്ടി കഴിഞ്ഞു നിൽക്കുക. എന്നാ സമാധാനമല്ലല്ലേ? അൽഹംദുലില്ലാഹ്. എന്ത് ഞാൻ മരിക്കുമ്പോ നിസ്കാരം ഖളാ ഉള്ളതിനോട് കൂടി മരിച്ചു പോയി എന്നുള്ള കുറ്റം ഉണ്ടാവുമല്ലോ അല്ലെ? ഇനി മുതൽ ആ ഖളാ വീട്ടിലൊക്കെ കഴിഞ്ഞില്ലേ, ഇന്നലെ നിസ്കാരം ഖളാ വീട്ടിലൊക്കെ കഴിഞ്ഞ് ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യാഞ്ഞ് ഇനി സുന്നത്തും നിസ്കരിക്കുക. പിന്നെ അതൊക്കെ സുന്നത്തൊക്കെ എല്ലാ നിസ്കാരങ്ങളും സുന്നത്തൊക്കെ ശരിക്കും എടുത്ത് അതിന് പുറമെ മറ്റ് റവാത്തിബ് സുന്നത്തും മറ്റു സുന്നത്തൊക്കെ ശരിക്കും നിർവഹിക്കുകയും ചെയ്യുക. നിങ്ങളുടെ മേൽ ഫർളായ നിസ്കാരം ഖളാ ഉണ്ടായിരിക്കുക, അതും ചെയ്യാതെ എത്രയും വേഗം ഖളാ വീട്ടി നിങ്ങളുടെ മേലുള്ള ആ നിർബന്ധമായ ബാധ്യത ഉണ്ടല്ലോ, ആ ബാധ്യത വേഗം നിങ്ങൾ നിർവഹിച്ച് കഴിക്കുക. അതാണ് വേണ്ടത്. പിന്നെ എവിടെയാള് മൂപ്പര് പോയാ? ഞാൻ ആ PM മനസ്സിലാക്കണ്ടല്ലേ? ഞാനീ പറഞ്ഞ മനസ്സിലാക്കണം. പറഞ്ഞത് ഞാനീ പറഞ്ഞ മനസ്സിലാക്കണോ നിങ്ങക്ക്? മനസ്സിലാക്കണം. ആയിക്കോട്ടെ. ഇബ്രാഹിം സ്വലാത്ത് വാജിബാണോ? അല്ലല്ല, വാജിബൊന്നല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വരെ നിർബന്ധമുള്ളൂ തഹിയ്യാത്തിലേ. ആദ്യത്തെ തഹിയ്യാത്ത് മുഴുവൻ സുന്നത്താണ്, നിർബന്ധമില്ല. രണ്ടാമത്തെ അവസാനത്തെ തഹിയ്യാത്താണ് നിർബന്ധമുള്ളത്. അത് തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വരെ നിർബന്ധമുള്ളൂ. അതിനുശേഷമുള്ളതൊക്കെ സുന്നത്താണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്ത് മറ്റൊക്കെ സുന്നത്താണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഉസ്താദെ, ഇന്നലെ ഞാൻ PM ചെയ്തു പറഞ്ഞിരുന്നു മോൾക്ക് പാൽ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന്. ഉസ്താദ് ദുആ ചെയ്തിരുന്നു, ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് ഡോക്ടറെ കാണിച്ചില്ല, പകുതി സുഖമായി, അൽഹംദുലില്ലാഹ് മാറി. ഉസ്താദ് കുറച്ചുകൂടെ ദുആ ചെയ്യണം.
ഡോക്ടറെ കാണിച്ചില്ല, പകുതി സുഖമായിട്ടുണ്ട്, കുറച്ചും കൂടി ദുആ ചെയ്യുന്നല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹദായ പകുതി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് പൂർണ്ണ ശിഫ നൽകട്ടെ. അല്ലാഹു തആല വേഗം പൂർണ്ണ ശിഫ നൽകി പിന്നെ ആ കുട്ടിക്ക് നല്ല രീതിയിലൊക്കെ മുല കൊടുക്കാനൊക്കെ ഉള്ള അവസരങ്ങൾക്ക് അല്ലാഹു സൃഷ്ടിച്ചു തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ അല്ലാഹു റബ്ബി, പിന്നെന്താണ്? പെരിങ്ങത്തൂർ വാഹനാപകടം. SKSF അരിയാക്കൂർ ശാഖ ജോയിന്റ് സെക്രട്ടറി അജ്മൽ മരണപ്പെട്ടു. ശാഖാ പ്രസിഡന്റ് ജസീമും ഗുരുതരമായി പരിക്ക്. കോഴിക്കോട് ഹോസ്പിറ്റലാണ് ദുആ ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ച ആ കുട്ടിക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആ കുട്ടി അധികം പ്രായമായിട്ട് ചെല്ലല്ലേ. അല്ലാഹു സുബ്ഹാനഹു ഇതുവരേക്കും അവൻ ചെയ്ത എല്ലാ സാലിഹായ അമലുകളും അതിനെന്ത് പോരായ്മയുണ്ടെങ്കിലും ആ പോരായ്മൊക്കെ പരിഹരിച്ച് അല്ലാഹു സ്വീകരിക്കുകയും അതിനൊക്കെയുള്ള പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു അവന്റെ മഹലായ ഫضل കൊണ്ട് ആ കുട്ടിക്ക് നൽകുകയും ചെയ്യട്ടെ. ആ കുട്ടിയുടെ മാതാപിതാക്കൾ, കുടുംബമിത്രാദികൾ അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. മുസീബത്തിൽ ക്ഷമിച്ചതിന്റെ പ്രതിഫലം അവർക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പരിക്ക് പറ്റിക്കിടക്കുന്ന ആളുകൾക്ക് പൂർണ്ണ ശിഫ അല്ലാഹു നൽകട്ടെ. അപകടഘട്ടം തരണം ചെയ്തുകൊണ്ട് പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് റബ്ബുൽ ഇസ്സത്ത് അവരെ കൊണ്ടുവരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു നമ്മോടും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, വെള്ളിയാഴ്ച സ്ത്രീകൾക്ക് അൽ-കഹ്ഫ് സൂറത്ത് ഓതേണ്ടത് ഉണ്ടോ? ഓതൽ സുന്നത്താണ്. വെള്ളിയാഴ്ച സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ അൽ-കഹ്ഫ് സൂറത്ത് ഓതൽ സുന്നത്താണ്. ജുമഅക്ക് പോകുന്നവർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ അൽ-കഹ്ഫ് സൂറത്ത് ഓതൽ സുന്നത്താണ്. എങ്ങനെ? കുറുമ്പന് ഡോട്ട് കുറുമ്പ് കാണിച്ചിട്ടല്ല, ടെക്സ്റ്റ് ഡോട്ടാണല്ലേ. കുറുമ്പൻ ടെക്സ്റ്റ് ഡോട്ട് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. കാരണം ഒരു ഡോട്ട് ഇട്ട് കണ്ട് നമ്മുടെ റൂമിൽ ഇങ്ങനെ ഒരാൾ ഇരിക്കുമ്പോൾ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് അല്ലേ. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് ദുരുപയോഗപ്പെടുത്തരുത്. ദുരുപയോഗപ്പെടുത്ത ചില ആൾക്കൊക്കെ ഡോട്ട് മാറ്റണം ഉസ്താദെന്നൊക്കെ പറഞ്ഞ് നൽകുന്നുണ്ട്. ഉണ്ടാകാൻ ഒഴിവാക്കിയാൽ തുടങ്ങും ഒരു പിന്നെ അതൊന്നും കാട്ടിക്കൂട്ടില്ല. അതൊന്നും ചെയ്യരുത്. പിന്നെ കല്യാണത്തിന് വീഡിയോ ഉപയോഗിക്കുന്നതിന് വിധി എന്താണ്? വീഡിയോ ഉപയോഗിക്കുന്ന വിരോധമല്ല, അത് ഹറാമായ രീതിയിൽ ആവരുതെന്നുള്ളൂ. വീഡിയോ കല്യാണത്തിന് വീഡിയോ ഉപയോഗിക്കാനുള്ളതല്ല. വീഡിയോ അതിന് മസാല ചോദിക്കാനില്ല. വീഡിയോയിൽ അങ്ങനെയൊക്കെ അത് ആളെ ഫോട്ടോ അതിൽ പകർത്തണമുണ്ടോ ഒന്നും വിരോധമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് അത് അന്യസ്ത്രീകളൊക്കെ പുരുഷന്മാരെ അന്യസ്ത്രീകളെ ചൊല്ലേണ്ട അത് അവർ ക്യാമറയിൽ പകർത്തുക, എന്നിട്ട് മറ്റന്യ പുരുഷന്മാർ കാണുക, ഇങ്ങനെയൊക്കെ ചെയ്ത ഹറാമാണ്. ആകയാൽ അത് എങ്ങനെയാണ് ശരി, ഹറാമെന്ന് ഒഴിവാട് വളരെ പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഏറ്റവും നല്ലത്. അതേസമയത്ത് ഉണ്ടില്ലേ ചില ആളുകളൊക്കെ, പിന്നെ ഇപ്പൊ ശിഹാബ് തങ്ങളുടെ മൂത്ത മകളുടെ കല്യാണത്തിൽ ഞാൻ പോയിരുന്നു. അപ്പൊ അന്ന് വീഡിയോ ഉണ്ടായിരുന്നു. അത് സ്റ്റേജില് അങ്ങനെ ഉണ്ടായിരുന്നു. നിക്കാഹിന് പുതിയാപ്പളന്നെ വന്നിരുന്ന് സ്റ്റേജ് അവിടെ പെണ്ണുകൾ ഒറ്റ കുട്ടി ഉണ്ടായിരുന്നില്ല, ഒരു സ്ത്രീയും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വേറെ ഒരു സ്ഥലത്തായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ പുരുഷന്മാര് മാത്രമേ ഉണ്ടായിരുന്നത് അവിടെ. അങ്ങനെ എത്തിയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് അതിന്നൊക്കെ അത്രയും അധികം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് സ്ത്രീകളൊന്നും പെടാതെ എടുക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒഴിഞ്ഞു നിൽക്കാനാണ് നല്ലത്. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മഹല്ലിൽ മയ്യിത്ത് നമസ്കരിച്ചാൽ നമ്മുടെ നാട്ടിൽ മയ്യിത്ത് നിസ്കരിക്കാൻ കത്തു കൊടുക്കുന്നു. ഈ ആചാരം റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്ത് കത്ത് കൊടുക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് കത്തുക, എങ്ങനത്തെ അല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് സമ്മേളനത്തിന് ഉണ്ടായിരുന്ന സമ്മേളനത്തിന് വാൾ പോസ്റ്റ് അടിക്കുക, പിന്നെ നോട്ടീസ് പിന്നെ അടിക്കുക ഒക്കെ ഉണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ കാലത്ത്. എന്താണ് സഹോദരന്മാരെ,
എത്രയും കൂടുതൽ ആളുകൾ മയ്യിത്ത് നിസ്കരിക്കുക അത് വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് തെളിഞ്ഞാൽ പോരെ. അത് തെളിഞ്ഞാൽ പോരെ. അതിന് കത്ത് കൊടുക്കുക എന്നുള്ള തന്നെ ആരും തെളിഞ്ഞോളുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ മയ്യിത്ത് നിസ്കരിക്കുക അത് ഏറ്റവും അധികം കൂടുതലുള്ള കാര്യമാണ് അല്ലേ. വലിയ ഒരു സംഘം പിന്നെ മയ്യിത്ത് നിസ്കരിക്കാൻ അത് അത്രയും കൂടുതലുള്ള കാര്യമാണ്. കൂടുതൽ ആളുകൾ മയ്യിത്ത് നിസ്കരിച്ചാൽ കൂടുതലുള്ള കാര്യമാണ്. പല സ്ഥലങ്ങളിലും മയ്യിത്ത് കൂടുതൽ നിസ്കരിച്ചിട്ടുണ്ട് അത് അത്രയും അധികം കൂടുതലുള്ള കാര്യമാണ്. അപ്പൊ അതല്ലേ അതൊക്കെ ബഹുമാനപ്പെട്ട സലഫു സാലിഹ്യങ്ങൾ. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല വഫാത്തായപ്പോ 8 ലക്ഷം അല്ലേ അങ്ങനത്തെ പറഞ്ഞേക്കാം 8 ലക്ഷം ആളുകൾ മയ്യിത്ത് നിസ്കരിച്ചു. കൃത്യമായിട്ട് കണക്ക് തെറ്റിക്കൊന്നും എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ കണ്ട് അപ്പൊ അതിന് കത്ത് കൊടുക്കാണ്ട് നമുക്ക് അന്നൊരു രണ്ടല്ലാത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. ഇപ്പോൾ കാന്തപുരം എവിടെന്ന് വലിയ കാന്തപ്പുറത്ത് ഫിദൈ ചോദ്യമില്ലൊക്കെ പോട്ടെ. കണ്ടപുരം ഇവിടെന്ന് വിളിച്ചാലും കേൾക്കില്ല, മരണശേഷം ഇവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുമോ? കാന്തപുരം എന്തൊക്കെ എനിക്ക് ഉസ്താദ് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഭാര്യയും മക്കളും ഉംറക്ക് വരുന്നുണ്ട്, ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിന്റെ മാർഗങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അവർ ചെയ്യുന്ന അമലുകളൊക്കെ നല്ല റാഹത്തായ രീതിയിൽ ചെയ്യാൻ അല്ലാഹു സഹായിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളൊക്കെ ഖബൂൽ ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ആരെങ്കിലും ഫർളാണെന്ന് കരുതി നമ്മളെ തുടർന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനൊന്നും വേണ്ട. ഞാൻ അവർക്കൊന്നും അറിയിച്ചു കൊടുക്കാനുള്ള വിരോധമൊന്നുമില്ല. ഞാൻ ഫർളല്ല നിസ്കരിക്കുന്നത്, ഞാൻ സുന്നത്താണ് നിസ്കരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. ഒന്ന് തെറ്റി നിൽക്കേ മറ്റൊക്കെ ചെയ്യുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. ഇനി അവർ നിങ്ങൾ തുറന്ന് നിസ്കരിച്ചു നിൽക്കുക, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫർള് നിസ്കരിക്കുന്നവനെ സുന്നത്ത് നിസ്കരിക്കുന്നവനും സുന്നത്ത് നിസ്കരിക്കുന്നവനെ ഫർള് നിസ്കരിക്കുന്നവനൊക്കെ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. പിന്നെ സമയം നിർണയിക്കപ്പെട്ട നിസ്കാരം എങ്ങനെ എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ ശരിയാകും? ഫർളിന് ഖദാ എവിടെ? എന്താണ് സമയം നിർണയിക്കപ്പെട്ട നിസ്കാരം എങ്ങനെ എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ ശരിയാകും? ഫർളിന് ഖദാ എവിടെ? സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരം സമയത്ത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ റസൂലും സഹാബത്തൊക്കെ ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ആ സമയത്ത് ഒരു സ്ഥലത്ത് അവരെന്ത് ചെയ്തു? കിടന്നുറങ്ങി. അങ്ങനെ സുബൈക്ക് ഉണർന്നപ്പോൾ സുബൈന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്തു? അപ്പം നിസ്കരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലായില്ലേ, സമയം ഒരു നിസ്കാരം സമയത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന്റെ സമയം കഴിഞ്ഞാലും നിസ്കരിക്കണം എന്ന കാര്യം അപ്പൊ തന്നെ മനസ്സിലായില്ലേ? അതിന്റെ കണക്ക്. അതാണ് തെളിവായി അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിന്റെ സമയം കഴിഞ്ഞു, എന്നിട്ട് എന്ത് ചെയ്തു? ആ സുബഹി നിസ്കരിച്ചു. അപ്പൊ സമയം കഴിഞ്ഞാലും നിസ്കരിക്കണം, മനസ്സിലായില്ലേ? പിന്നെ ഉസ്താദെ, കുളി നിർബന്ധാവസ്ഥ എന്തൊക്കെയാണ് ഒന്ന് വിശദീകരിക്കുമോ? മനീസ്ഖലനം ഉണ്ടായാൽ കുളി നിർബന്ധമാണ്. നിങ്ങൾ പറഞ്ഞിട്ട് ഇതിനു മുമ്പ് ഇന്നലെ ഞാനൊക്കെ ഈ ചോദ്യം വന്നിട്ട് മറുപടി നിങ്ങൾ തന്നെയാണോ ഇതിന്റെ ആളെന്ന് അറിയില്ല. ഈ ചോദിച്ച ആൾ പറഞ്ഞ നിങ്ങൾ ആ PM രസടിച്ചാൽ ഈ ചോദ്യകർത്താവ് ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളൊന്ന് രസടിക്കുന്നു. നിങ്ങൾ ആ PM തന്നെ ആയിക്കോട്ടെ. ഉണ്ട് ഇല്ല ആളില്ലേ? ആ ചോദ്യകർത്താവല്ലത് വേറെ അടിച്ചത് ഇല്ലായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നില്ല. അത് ശരി, അപ്പോഴുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോ വലിയ അശുദ്ധിയായി ഉണ്ടാവാനുള്ള കാരണങ്ങൾ പല കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണമാണ് ഇത് ഇന്ദ്രിയം പുറപ്പെടുക എന്നുള്ളത്.
ആ ഇന്ദ്രിയം എങ്ങനെ പുറപ്പെട്ടാലും വേണ്ടില്ല. ഒരാൾക്ക് എന്തെങ്കിലും ഉറക്കത്തിൽ സ്ഖലനം ഉണ്ടായി അങ്ങനെ പുറപ്പെട്ടാലും വേണ്ടില്ല. ഇനി ഉറങ്ങുന്നില്ല, വെറുതെ ഇന്ദ്രിയം പോയി, അങ്ങനെ ആരും വേണ്ടില്ല. ഇനി അതല്ല അവന്റെ പ്രവർത്തനം കൊണ്ട് ഇന്ദ്രിയം പോയി എന്നാലും വേണ്ടില്ല. എങ്ങനെ ഇന്ദ്രിയം പുറപ്പെട്ടാലും കുളി നിർബന്ധമാണ്. അതാണ് ഒന്ന്. മറ്റൊന്ന് പിന്നെ എങ്ങനെയാണ് ഇപ്പൊ പറയല്ലേ, മറ്റൊന്ന് അവന്റെ ലിംഗം മുന്തുവാരത്തിലോ പിന്തുവാരത്തിലോ പ്രവേശിപ്പിക്കുക. മുന്തുവാരത്തിലോ പിന്തുവാരത്തിലോ അവന്റെ ലിംഗം പ്രവേശിപ്പിച്ചു നിൽക്കുക. എന്നാലും എന്ത് ചെയ്യണം, പിന്നെ കുളി നിർബന്ധമാണ്. അവിടെ ഇന്ദ്രിയം പുറപ്പെട്ടില്ലെങ്കിൽ കുളി നിർബന്ധമാണ്. വെറും പ്രവേശിപ്പിച്ചു അതുകൊണ്ട് മാത്രം കുളി നിർബന്ധമാകും. ഇന്ദ്രിയം പുറപ്പെട്ടില്ലെങ്കിലും, ഇന്ദ്രിയം പുറപ്പെട്ടാലോ, ഇന്ദ്രിയം പിന്നെ എങ്ങനെ പുറപ്പെട്ടാലും അതും കുളി നിർബന്ധമാകും. അപ്പൊ ഇനി രണ്ടു കുളി എടുക്കണമെന്നല്ലേ, ഒരാൾ ലിംഗം പ്രവേശിപ്പിച്ചു അപ്പൊ അതിനൊരു കുളി, അങ്ങനെ ഇന്ദ്രിയം പുറപ്പെടും ചെയ്തു അതിനൊരു കുളി, അങ്ങനെ രണ്ടു കുളി വേണ്ട. അത് വേണ്ട, എത്ര ജനാപത്ത് ഉണ്ടായാലും ഒരു കുളി മതി. പിന്നെ ഇപ്പൊ എന്താണ്, അതൊക്കെ തന്നെ. ഇപ്പൊ മനസ്സിലാക്കണം, എനിക്ക് സംഗതി മനസ്സിലായാന്ന്. ഇന്ദ്രിയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തിനാണ് പടച്ചോനെ? നിങ്ങൾ വലിയ ഇന്ദ്രിയം എന്താണെന്ന് അറിയില്ലേ? ഇന്ദ്രിയം എന്ന് പറഞ്ഞാലേ എന്താണ് ഇപ്പൊ അങ്ങനെ? ഇപ്പൊ ഇന്ദ്രിയം എന്ന് പറഞ്ഞാലേ അത് പുറപ്പെടുമ്പോൾ സുഖം ഉണ്ടാവും. അത് പുരുഷന്മാർക്ക് അത് പുറപ്പെടുക തെറിച്ചുകൊണ്ടാണ് പുറപ്പെടുക. പിന്നെ അതിന് പറഞ്ഞാൽ അത് പുറപ്പെടുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. പിന്നെ അതിന് പിന്നെ കോഴിമുട്ട വെള്ളയുടെ വാസന ഉണ്ടാവും. അതല്ലെങ്കിൽ ഗോതമ്പ് മാവിന്റെ വാസന ഉണ്ടാവും. ഗോതമ്പ് മാവിന്റെയോ കോഴിമുട്ട വെള്ളയുടെയോ ഒക്കെ പിന്നെ വാസന ഉണ്ടാവും. അത് പുറപ്പെടുമ്പോൾ സുഖം ഉണ്ടാവും. അതിന് തെറിച്ചിട്ടാണ് പുറപ്പെടുക. ഇതാണ് ഇന്ദ്രിയം. ഇത് പുറപ്പെട്ടാലാണ് കുളി നിർബന്ധമാകും. ഇതല്ലാത്ത വേറെ ചില പുറപ്പെടുന്ന വേറെ മതി എന്നൊക്കെ ഉണ്ട്. അത് പറ്റ ഒരാൾക്ക് കൂടുതൽ വികാരം ഉണ്ടാകുന്ന സമയത്ത്, പിന്നെ ഒരാൾക്ക് വികാരമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇന്ദ്രിയം പുറപ്പെടുന്നതിന് മുമ്പായി എന്ത് ചെയ്യും, ഒന്ന് പുറപ്പെടും. ഒരു കൊഴുത്ത വെള്ളമൊക്കെ തന്നെ പുറപ്പെടും. അത് പുറപ്പെട്ട കുളിക്കണ്ട, പക്ഷെ അത് നജസാണ്, അത് കഴുകണം. വസ്ത്രത്തിലൊക്കെ ആയാല് ആ വസ്ത്രം കൊണ്ട് പിന്നെ നിസ്കരിക്കാൻ പറ്റൂല, അത് നജസാണ്. അത് പുറപ്പെട്ട ഒരു മുറിയും അതിന് പുറമെ നജസാണ്. അത് പുറപ്പെട്ട കുളിക്കാൻ നിർബന്ധമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇപ്പൊ പറഞ്ഞ മനസ്സിലാക്കണ, ഈ പറഞ്ഞത് മനസ്സിലാക്കണമെന്ന്. നടക്കട്ടെ. പിന്നെ അദ്ദേഹത്തോടാ ചോദിച്ചത്, തറാവീഹ് എന്തുകൊണ്ടാണ് സ്ത്രീകൾ മദ്രസയിൽ കൂടുന്നത്? എന്താണ് തറാവീഹ് എന്തുകൊണ്ടാണ് സ്ത്രീകൾ മദ്രസയിൽ കൂടുന്നത്? ചോദ്യം മനസ്സിലായിട്ടില്ല. തറാവീഹ് എന്തുകൊണ്ടാണ് സ്ത്രീകൾ മദ്രസയിൽ കൂടുന്നത്? തറാവീഹ് പെണ്ണുങ്ങൾ മദ്രസ സ്ത്രീകളുണ്ടോ? അവർക്ക് ജമാഅത്തിന് കൂടിയിട്ടാകൊണ്ടിരിക്കാനോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലല്ലേ സ്ത്രീകളൊക്കെ പാടെ മദ്രസയിൽ കൂട്ടി അവർ അവിടെ സ്കരിക്കേണ്ടി നിൽക്കുക. നല്ലത് ജമാഅത്തായിട്ട് സ്കരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഒറിജിനാലിറ്റി കോപ്പി ഹലാലാണോ? മനസ്സിലായിട്ടില്ല. പോട്ടെ. ഒറിജിനാലിറ്റ എന്താണാവോ? അതൊന്നും എനിക്ക് മനസ്സിലാവില്ല. പിന്നെ അൽ-കഹ്ഫിന്റെ ആദ്യത്തെ 10 അവസാനത്തെ 10 ഓതുക എന്നുണ്ടോ? അല്ലല്ല, അത് വേറെയാണ്. അത് ഒരാളെന്ത് ചെയ്ത് അൽ-കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് ഒരാൾ കാണാതെ പഠിച്ചു. വേറെ ചില അഭിപ്രായം അനുസരിച്ച് അവസാനത്തെ പിന്നെ 10 ആയത്തുകളും ആദ്യത്തെ 10 ആയത്തും ഒരാൾ കാണാൻ പഠിച്ചു. എന്നാൽ ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കും. ദജ്ജാൽ അവനെ ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല. ദജ്ജാൽ വന്നാലേ അവന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുണ്ട് ഹദീസിൽ. വെള്ളിയാഴ്ച അതല്ല, വെള്ളിയാഴ്ച അൽ-കഹ്ഫ് മുഴുവൻ ഓതൽ സുന്നത്താണെന്ന് മാത്രമല്ല, പിന്നെ ആവർത്തിച്ച് ഓതലും സുന്നത്താണ്. രാവും പകലൊക്കെ ആവർത്തിച്ച് ഓതുക.
രാവ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി ഉണ്ടല്ലോ. അപ്പോ ആ രാവിലോ പിന്നെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലോ ഇനി ജുമാന്റെ മുമ്പ് പറ്റില്ലെങ്കിൽ ജുമാന്റെ ശേഷം ഒക്കെ അങ്ങനെ ഒന്നിലധികം പ്രാവശ്യം ഓതൽ സുന്നത്താണ്. ഒരിക്കലും അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ 3 പ്രാവശ്യം അല്ല, തക്റാറാണ് ഉള്ളത്. പല പ്രാവശ്യം ഓതുകയാണ്. ഞാൻ പല പ്രാവശ്യം മുമ്പ് അതിനെ കുറിച്ച് ആരെങ്കിലും 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെനിക്ക് ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞത്. പല പ്രാവശ്യം സാധാരണ ഇപ്പൊ നമ്മളെ ഓതല് ഞാനൊക്കെ ഒരു പ്രാവശ്യം ഓതലുള്ളൂ അല്ലേ. ഞാനതിലൊക്കെ ആ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിലധികം പ്രാവശ്യം ഓതാൻ വളരെ നല്ലതാണ്. പിന്നെ ഉസ്താദെ, കച്ചവടത്തിൽ ഒറിജിനലല്ലാതെ ഒറിജിനലാണെന്ന് പറഞ്ഞിട്ട് കോപ്പി വിൽക്കാൻ ഹലാലാണോ? അത് പാടില്ല. ഒറിജിനലാണെന്ന് പറഞ്ഞിട്ട് വിൽക്കുകയാണെങ്കിൽ ഒറിജിനലിനെ കൊടുക്കണം. അത് പിന്നെ അതിന്റെ അല്ലാത്ത വിൽക്കാൻ പാടില്ല. കോപ്പി കൊടുക്കാൻ കോപ്പിയാണെന്ന് പറഞ്ഞ് വിൽക്കണം. കച്ചവടത്തിൽ വഞ്ചന പാടില്ല. അത് വലിയ കുറ്റമാണ്, വലിയ കുറ്റമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറിജിനൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഒറിജിനലിനാവണം. കോപ്പി ആണെങ്കിൽ കോപ്പി എന്ന് പറയണം. ഇത് കോപ്പി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ കുഴപ്പം? അയാൾക്ക് ഇഷ്ടം വാങ്ങിക്കോട്ടെ. ഏതായാലും ശരി, അതല്ലാതെ ചെയ്യല് വഞ്ചനയാണ്, അത് ഹറാമാണ്. പിന്നെ വദീ പുറപ്പെട്ടാൽ അത് കഴുകാതെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റുമോ? അതോണം കുഴപ്പമൊന്നുമില്ല. അത് അതൊക്കെ എങ്ങനെയാണ് പുറപ്പെടും? ഇനി കഴുകി നിൽക്കുക അല്ലേ? വദിയല്ല, മതിയ്. വദീ എന്ന് പറഞ്ഞാൽ അതല്ല. വദീ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഭാരം ചുമക്കുമ്പോഴൊക്കെ പുറപ്പെടുന്ന ഒരു തരം കൊഴുത്ത വെള്ളമാണ്. അതിപ്പോ ചില ആളുകൾക്ക് മൂത്രമൊഴിച്ച് കഴിഞ്ഞ ശേഷം പുറപ്പെടും. അപ്പൊ അതാണ് വദീ. ഇത് മറ്റൊരു മതിയാണ്, ഈ വികാരം കൂടുതലുണ്ടാകുന്ന സമയത്ത്. അതിപ്പോ ഞാൻ അങ്ങനെ കൂടുതൽ എന്ത് ചെയ്ത് അത് കഴുകി എന്ന് പിന്നെ ഉണ്ടാകാനുള്ള ഈ വികാരം എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കഴുകിക്കൊള്ളണമെന്നില്ല. പിന്നെ ഉസ്താദെ, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ ഉസ്താദ് പ്രത്യേകം ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നല്ല കച്ചവടവും അതിൽ അല്ലാഹു തആല ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജംആക്കി നമസ്കരിക്കാൻ നിയ്യത്ത് ചെയ്തു. പള്ളിയിൽ ചെന്നപ്പോൾ ഇശാഇന്റെ ജമാഅത്ത് നടക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഇശാഇന്റെ ജമാഅത്തിൽ തുടരണോ അതോ മഗ്രിബിന്റെ മുന്തിച്ച് ഒറ്റക്ക് നിസ്കരിക്കണോ? നിങ്ങൾ ഇശാന്റെ ജമാഅത്ത് തുടരുക. ഇശാന്റെ ജമാഅത്തിൽ തുടരുക. ഇശാസ്കാരം കഴിഞ്ഞ ശേഷം മഗ്രിബ് നിസ്കരിക്കുക. കാരണം പിന്തിച്ച് ജമാക്കിയാൽ ഞാൻ പറഞ്ഞ കേൾക്കണ്ട, നിങ്ങൾ ഇവിടെ ഉണ്ടാ? ഉണ്ട്. ഇത് ഞാനീ പറഞ്ഞ കേട്ടിങ്ങള് അല്ലേ? പിന്തിച്ച് ജമ്മാക്കിയാൽ ആദ്യത്തെ നിസ്കാരം തന്നെ ആദ്യം നിസ്കരിച്ചോളം എന്നില്ല. ആദ്യം മഗ്രിബ് നിസ്കരിക്കാം, പിന്നെ നിസ്കരിക്കാം, അല്ലെങ്കിൽ ആദ്യം നിസ്കരിക്കാം, പിന്നെ മഗ്രിബ് നിസ്കരിക്കാം, എങ്ങനെ നിസ്കരിക്കാം? പിന്തിച്ച് ജമ്മാക്കിയാണെങ്കിൽ. മുന്തിച്ച് ജമ്മാക്കുമ്പോഴാണ് പിന്നെ ആദ്യം പിന്നെ മഗ്രിബിന്റെ സമയത്ത് ജമ്മാക്കി മുന്തിച്ച് ജമ്മാക്കുക. എന്നാൽ ആളോട് ആദ്യം മഗ്രിബ് നിസ്കരിക്കണം, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ ഇശാ നിസ്കരിക്കണം. അതൊക്കെ മുന്തിച്ച് ജമ്മാക്കുമ്പോഴുള്ള നിയമമാണ്. പിന്തിച്ച് ജമ്മാക്കുമ്പോൾ ആ നിയമം ഇല്ല. പിന്തിച്ച് ജമ്മാക്കുമ്പോൾ ഇനിയിപ്പോ ഇശാ നിസ്കരിച്ച് അതിന് ശേഷമാണ് മഗ്രിബ് നിസ്കരിക്കുന്നത്, അങ്ങനെയാവാം. അല്ലെങ്കിൽ ആദ്യം മഗ്രിബ് നിസ്കരിച്ചു പിന്നെ ഇശാ നിസ്കരിച്ചു, അങ്ങനെയാവാം. അതുപോലെ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഇശാ നിസ്കരിക്കുന്നത്, അങ്ങനെയാവാം. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് മഗ്രിബ് നിസ്കരിക്കുന്നത്, അങ്ങനെയൊക്കെ ആവാം. അപ്പൊ അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിങ്ങൾ ചെന്നോടണം അവിടെ ജമാഅത്ത് നടക്കുന്നു. അപ്പൊ ആ ജമാഅത്തിൽ കൂടുന്നത് കൊണ്ട് വിരോധമില്ല. ആ ജമാഅത്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ മഗ്രിബ് നിസ്കരിച്ചാലും മതി. ജമാഅത്ത് കഴിഞ്ഞ ഉടൻ തന്നെ മഗ്രിബ് നിസ്കരിച്ചോളും അങ്ങനെയില്ല. പിന്നെ അതിനുശേഷം സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ടൊക്കെ നിസ്കരിച്ചാലും മതി മഗ്രിബ്. പിന്തിച്ചെന്നാക്കുമ്പോൾ അങ്ങനെ മതി. ഇതൊക്കെ മനസ്സിലായിക്കണാന്ന് ആയിക്കോട്ടെ. ജനാബത്ത് കുളിച്ച ശേഷം അല്പം ഇന്ദ്രിയം ആദ്യത്തെ ബാക്കി പുറപ്പെട്ടാൽ വീണ്ടും കുളിക്കണം. അതും വേണം. ആണായാലും പെണ്ണായാലും എങ്ങനെയാലും വേണം.
ആണായാലും പെണ്ണായാലും അല്ലേ, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആണായാലും കുളിയൊക്കെ കഴിഞ്ഞില്ലേ, കുളിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെന്ത് ചെയ്തു? ചില ആളുകൾക്ക് ഉണ്ടാവും അങ്ങനെ, ചില ആളുകൾക്കെന്നല്ല, അതിപ്പോ ശ്രദ്ധിച്ചില്ലേ ഉണ്ടാവും. കുളിയൊക്കെ കഴിഞ്ഞ ശേഷം അവന്റെ പിന്നെ ഇന്ദ്രിയത്തിന്റെ ഒരു തുള്ളി 2 തുള്ളി ആണ് ഉറ്റും. എന്തുകൊണ്ടാണ് സംഭവിക്കണേ ചെണ്ട? അത് കുളിക്കണതിന്റെ മുമ്പ് സുന്നത്താണ്. അവന് മൂത്രമൊക്കെ ഒഴിക്കുക, മൂത്രം ഒഴിക്കുക, ആ ഭാഗമൊക്കെ ശരിക്കും ഒന്ന് ഒഴിയുക, അതൊക്കെ സുന്നത്താണ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അത് അവിടെ കെട്ടിക്കിടക്കുന്ന ഇന്ദ്രിയം പുറത്ത് ഇങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടി, ഇങ്ങോട്ട് പുറത്ത് പോരാൻ വേണ്ടി. അപ്പൊ കുളിക്കുന്നതിന് മുമ്പ് മൂത്രമൊക്കെ ഒഴിച്ചാൽ ആ കെട്ടിക്കിടക്കുന്നതൊക്കെ കൊണ്ട് പുറപ്പെടും. അങ്ങനെ കുളിക്കല്, അങ്ങനെയൊക്കെ ചെയ്യൽ സുന്നത്ത്. അതിന് ശേഷം കുളിക്കുക. ഇനി അതൊന്നും ചെയ്യാതെ ഒരാൾ ജനാപത്ത് ഉയർത്തു എന്നുള്ള നീയത്തോടു കൂടി കുളി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്ത് 1-2 ഇന്ദ്രിയത്തുള്ളി പുറപ്പെട്ടു നിൽക്കുക. പഴയ ഇന്ദ്രിയത്തിന്റെ ബാക്കിയുള്ളത് പുറത്തേക്ക് വന്നു. എന്നാൽ വീണ്ടും കുളിക്കൽ നിർബന്ധമാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, പറയുന്നതിന് എന്താണ്? അസ്സലാമു അലൈക്കും. ഉസ്താദെ, പറയുന്നതിന്റെ വിധി എന്താണ്? എന്ത് പറയുന്നതിന്റെ വിധി എന്താണെന്ന് മനസ്സിലായില്ല. കുറുമ്പനാണ് ചോദ്യം. എന്നാ ഈ കുറുമ്പ ഇങ്ങനെ പറയുന്നതിന്റെ എന്റെ ഒരു ഐഡിയ ഉണ്ടല്ലേ? ഫിത്ന പറയുന്ന ഹറാമല്ലേ? വൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ എന്നല്ലേ അല്ലേ? ഫിത്ന വളരെ ഫിത്ന എന്ന് പറഞ്ഞാല് അത് വലിയ കുറ്റകരമാണ് ആയ വിഷയമാണ്. ഫിത്നാറ മുസ്ലിം ഉമ്മത്ത്, അതാണ് ഏറ്റവും വലിയ ഫിത്ന. മുസ്ലിം ഉമ്മത്ത് ഐക്യത്തോട് കൂടി നിൽക്കുമ്പോൾ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുക, അങ്ങനെ മുസ്ലിങ്ങളെ രണ്ടാക്കി തീർക്കുക, ഇതൊക്കെ വലിയ ഫിത്നയാണ്. അതാണ് അശദ്ദു മിനൽ ഖത്ൽ എന്ന് പറഞ്ഞത്. അശദ്ദു മിനൽ ഖത്ൽ, ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതോടുകൂടി അവസാനിക്കും. നേരത്തെ ഫിത്ന എങ്ങനെ ഭിന്നിപ്പിച്ചാലോ, അങ്ങനെ ഭിന്നിപ്പിച്ച ഖിയാമത്ത് നാൾ വരേക്കും പിന്നെ ആ മുസ്ലിങ്ങൾക്കിടയിലെ ശത്രുത പിന്നെ പോകൂല. ഞാൻ ചിന്തിക്കാറുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ചില മൂല്യന്മാരായ ആളുകളൊക്കെ തന്നെ പിന്നെ ഈ ഒരു മദ്രസ, അവിടെ ഒരു മദ്രസ ഉണ്ട്, ആ മദ്രസ ഉള്ളതിനോട് കൂടി വേറെ മദ്രസ ഉണ്ടാക്കി, അങ്ങനെ ആ അവിടുത്തെ മുസ്ലിങ്ങൾ ഐക്യത്തോട് കൂടി നിൽക്കുന്ന മുസ്ലിങ്ങളെ ഭിന്നിച്ച് പിന്നെ ഇനിയിപ്പോ അത് മിക്കവാറും അടുത്ത ഖിയാമത്താൾ വരെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നാലും പതിനാൾ ഇനി അവിടുത്തെ മുസ്ലിങ്ങൾ ഐക്യപ്പെട്ടോണം എന്നില്ല. അപ്പൊ ആ ഭിന്നിപ്പിച്ച ആളുകൾക്ക് അവർ മരിച്ചിട്ടെന്നാൽ അതിന്റെ ഒക്കെ ഈ ഭിന്നിപ്പ് മൂലം അവിടെ ഉണ്ടായതിന്റെ കുറ്റങ്ങളൊക്കെ അവരിങ്ങനെ പേറുകയാണല്ലോ അല്ലേ? എത്ര ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. മുസ്ലിം ഉമ്മത്ത് ഐക്യത്തിൽ നിൽക്കുകയായിരുന്നു, അവിടുത്തെ മുസ്ലിങ്ങൾ എന്തെങ്കിലും ഭിന്നിപ്പിച്ചു. എന്നാലേ പിന്നെ ഈ ഭിന്നിപ്പിച്ച ആളെന്തെങ്കിലും മരിച്ചുപോയി. എന്നാലും പിന്നീട് അവിടെ ഈ ഭിന്നിപ്പ് മൂലം ഉണ്ടാകുന്ന ഓരോ വിഷയത്തിന്റെയും കുറ്റം ഈ ഭിന്നിപ്പിച്ച ആളുടെ ഖബറിലേക്ക് അങ്ങനെ ചെല്ലുക. നല്ല അമലല്ലേ? വളരെ എന്ത് പേടിക്കേണ്ട വിഷയമാണല്ലേ? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോ കുറുമ്പനൊക്കെ നല്ല കുട്ടിയാ. കുറുമ്പനൊക്കെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കുറുമ്പൻ ആരാണോ ഉള്ളതാരോ അല്ലേ? കുറുമ്പൻ ആരാണോ ഇവിടെ എപ്പോഴും കാണാം കുറുമ്പനെ. ചില ആളുകളുണ്ട് നമ്മുടെ സമസ്തക്കാരനാവൂല, പക്ഷെ അവർക്ക് ഇവിടെ വന്നിരുന്നെങ്കിൽ സമാധാനം ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് ഞങ്ങൾ പിന്നെ റൂമിൽ പുറത്താക്കി ചെയ്ത് എന്നാൽ പിന്നെ യാതൊരു ഒഴിവുണ്ടാവില്ല. പിന്നെ ഇങ്ങനെ PH ഉസ്താദ് എന്റെ റോട്ട് മാറ്റി തരികയില്ല, എന്നെ ബൗൺസ് ചെയ്ത് മാറ്റി തരി എന്നിങ്ങനെ പറഞ്ഞിട്ട് കുറെ ദിവസമായി ഇപ്പൊ റൂമിൽ വന്നിട്ട് എന്നൊക്കെ. അപ്പൊ അവർക്ക് നമ്മുടെ റൂമിൽ വന്നിരുന്നെങ്കിലേ ഒരു വാഹത്ത് കിട്ടുള്ളൂ. ഉസ്താദ് വിത്തുറ് നിസ്കാരം അതിൽ പെട്ടാണ് കുറുമ്പൻ എന്നാണ് പറഞ്ഞതേ. ഉസ്താദെ, വിത്തുറ് നിസ്കാരം ഒന്നിച്ച് 3 റക്അത്ത് ഒന്നിച്ച് നിയ്യത്ത് വെക്കാമോ? ഒന്നിച്ച് 3 റക്അത്ത് മാത്രമല്ല, എത്ര ഒന്നിച്ച് നിയ്യത്ത് വെക്കാം? ഞാൻ ഈ പറഞ്ഞങ്ങൾ ശ്രദ്ധിക്കണം. വിത്തുറ് നിസ്കാരം മാത്രമല്ല, ഏത് സുന്നസ്കാരം അങ്ങനെ തന്നെ. ഇപ്പൊ ഉദാഹരണം പറയാനില്ലേ, ലുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്തില്ലേ, ആ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം. അപ്പൊ എന്താ നിയ്യത്ത്? ലുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. അപ്പോ ഇനി അങ്ങനെ പറ്റും. ഇനി അതല്ലെങ്കിൽ ലുഹറിന്റെ മുമ്പ് ശേഷമുള്ള സുന്നത്തുണ്ട്, അത് ഒന്നിച്ച് അങ്ങനെ നിസ്കരിക്കാൻ പറ്റും. ഒരാൾ ലുഹറിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, അപ്പൊ ആൾക്ക് എന്ത് ചെയ്യാ? ലുഹറിന്റെ ശേഷം
ലുഹറിന്റെ മുമ്പുള്ള സുന്നത്തും ശേഷമുള്ള സുന്നത്തും ഒന്നിച്ച് നിയ്യത്ത് വെച്ചുകൊണ്ട് അങ്ങനെ നിസ്കരിക്കാം. രണ്ടറക്കത്ത് മുമ്പും ശേഷം ഈ രണ്ടറക്കത്താണെങ്കിൽ ലുഹറിന്റെ മുമ്പത്തെ രണ്ടറക്കത്തും ലുഹറിന്റെ ശേഷത്തെ രണ്ടറക്കത്തും ഞാൻ അള്ളാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. അങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കുക, അങ്ങനെ പറ്റും. ഇനി അതല്ല, ഇനി ലുഹറിന്റെ മുമ്പ് 4 റക്അത്തും ശേഷമുള്ള 4 റക്അത്തുമാണ് നിസ്കരിക്കുന്നത്, അപ്പോൾ അങ്ങനെ മുക്കാം. ലുഹറിന്റെ മുമ്പത്തെ 4 റക്അത്ത് സുന്നത്തും ലുഹറിന്റെ ശേഷമുള്ള 4 റക്അത്ത് സുന്നത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. അപ്പൊ എന്തെയ്യണം? 8 റക്അത്ത് നിസ്കരിക്കണം ഒന്നിച്ച്. ആ 8 റക്അത്ത് എങ്ങനെ നിസ്കരിക്കാം? ആ 8 റക്അത്ത് ഈ 2 റക്അത്ത് അത്തഹിയ്യത്ത് ഓതാൻ പാടില്ല, 2 അത്തഹിയ്യത്തിൽ കൂടാൻ പാടില്ല. അപ്പൊ 2 റക്അത്ത് നിസ്കരിച്ച് അത്തഹിയ്യാത്തിന് ഇരിക്കാതെ 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് പോവുക. പിന്നെ 3, 4 നിസ്കരിച്ച് 4ാമത്തെ റക്അത്ത് കഴിഞ്ഞ ശേഷം അത്തഹിയ്യാത്ത് ഓതാതെ 5ലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ 5ഉം 6ഉം നിസ്കരിച്ച് അത്തഹിയ്യാത്ത് ഓതാതെ 7ലേക്ക് എഴുന്നേറ്റ് പോവുക. ആ 7ന്റെ അല്ലെ 7 നിസ്കരിച്ച് 8 നിസ്കരിച്ച് അവസാനം ഒരു അത്തഹിയ്യാത്ത് മാത്രം ഓതുക, അങ്ങനെയും പറ്റും. അവസാനം അത്തഹിയ്യാത്ത് മാത്രം ഓതുക, അങ്ങനെയും പറ്റും. അത് കഴിഞ്ഞ് 2 അത്തഹിയ്യാത്ത് ഓതുക. 6ാമത്തെ റക്അത്ത് കഴിഞ്ഞ ശേഷം ഒരു അത്തഹിയ്യാത്ത് ഓതുക, എന്നിട്ട് സലാം കിട്ടാതെ 7ലേക്ക് നിൽക്കുക, 7ഉം 8ഉം കൊണ്ട് അവസാനം എന്ത് ചെയ്ത് ഒരു അത്തഹിയ്യാത്ത് ഓതുക, അങ്ങനെയും ചെയ്യാം. 2 അത്തഹിയ്യാത്തിനേക്കാളും കൂടരുത്. ഇനി അങ്ങനെയല്ല ഇനി ലുഹറിന്റെ മുമ്പത്തെ പിന്നെ സുന്നത്തും ലുഹറിന്റെ ശേഷ നമസ്കാരം നിസ്കരിച്ചിട്ടില്ല. പിന്നെ അസറിനാണ് എന്ത് ചെയ്യുന്നത്? ലുഹറിന്റെ മുമ്പത്തിന് ശേഷമുള്ള നമസ്കാരം ഖളാ കിട്ടുന്നത്. അപ്പൊ അവൻ എന്ത് ചെയ്യാ? ഇങ്ങനെ നിസ്കരിക്കാം. ലുഹറിന്റെ മുമ്പത്തെ 4ഉം ശേഷമുള്ള 4ഉം അസറിന്റെ മുമ്പത്തെ 4ഉം അങ്ങനെ 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. അങ്ങനെയും പറ്റും. മനസ്സിലായല്ലേ? അപ്പൊ എങ്ങനെ എത്ര നിസ്കരിക്കാനും 2 അത്തഹിയ്യാത്തിനേക്കാളും കൂടാൻ പാടില്ല. ഒരു അത്തഹിയ്യാത്ത് മാത്രം ഓതുന്നതുകൊണ്ടും വിരോധമില്ല. പിന്നെ വിത്റിൽ അവസാനം ഖുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്? ഇല്ല. വിത്റിൽ അവസാന റമദാനിന്റെ 2ാമത്തെ പകുതിയിൽ ആദ്യത്തെ 15 കഴിഞ്ഞ് 2ാമത്തെ 15 ഉണ്ടല്ലോ, ആ അവസാനത്തെ 15 റമദാനിക്ക് ഖുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്. അല്ലാത്ത സമയത്ത് വിത്റിൽ ഖുനൂത്ത് ഓതൽ സുന്നത്തില്ല എന്നാണ് നമ്മുടെ ശാഫിഈ മദ്ഹബ്. അങ്ങനെയാണ്. അങ്ങനെയൊക്കെ നിയ്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. എന്താ നിയ്യത്തിനെ കൊണ്ടുവന്നാൽ എന്താണ്? ഇങ്ങനെ ഞാനിപ്പോ പറഞ്ഞില്ലപ്പോ ലുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്തും ലുഹറിന്റെ ശേഷമുള്ള 4 റക്അത്ത് സുന്നത്തും അസറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. അപ്പൊ ഞാൻ കൊണ്ടുവന്നില്ലേ? അതിപ്പോ എല്ലാരും കൊണ്ടുവന്നൂടെ? അങ്ങനെ പെണ്ണുങ്ങൾക്ക് ഇന്ദ്രിയമില്ലല്ലോ, ആണിന്റെ ഇന്ദ്രിയം അവളിൽ നിന്ന് പുറപ്പെട്ടാലും കുളിക്കണോ? പെണ്ണുങ്ങൾക്ക് ഇന്ദ്രിയമില്ല എന്നാരാ പറഞ്ഞത്? നമ്മുടെ കിതാബുകളിലൊക്കെ ഉള്ളതേ ആ ഇന്ദ്രിയത്തിന്റെ അടയാളം ഉണ്ടല്ലോ, ആ അടയാളം പറഞ്ഞ ആണിന്റെയും പെണ്ണിന്റെയും അടയാളം തന്നെയാണെന്നാ പറയുന്നത് കിതാബിലൊക്കെ. ആണിന്റെയും പെണ്ണിന്റെയും അടയാളം തന്നെയാണ്. സ്ത്രീകൾക്ക് ഒന്ന് പുറപ്പെടേണ്ട കാര്യത്തിൽ സംശയമൊന്നുമില്ല അല്ലേ? സ്ത്രീകൾക്ക് അവർക്ക് വികാരം കൂടുതൽ ഉണ്ടാവുന്ന സമയത്ത് അത് പിന്നെ അവർക്ക് ഒരു സാധനം പുറപ്പെടുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനിയിപ്പോ ആ പുറപ്പെടുന്നതിന് പേരെന്താണുള്ള ആ വിഷയം, പേരെന്ത് വന്നാലും വേണ്ടില്ല, ആ പുറപ്പെടുന്ന ആ സാധനം അതിന് അറബിൽ മനി എന്നാ പറയാം. മലയാളത്തിൽ ഇന്ദ്രിയ എന്ന് പറയാനും വേണ്ടി എന്തായാലും വന്നാലും പറയാം, അറബിൽ അതിന് മനി എന്നാ പറയാം. പുരുഷന്മാർക്ക് ആ വികാരം ഉണ്ടാകുന്ന സമയത്ത് ആ പുറപ്പെടുന്നതിന് പുരുഷന്മാരുടെ മനി എന്നറിയും. സ്ത്രീക്ക് വികാരമുണ്ടാകുന്ന ആ സമയത്ത് പുറപ്പെടുമ്പോൾ സുഖമുണ്ടാകും, അതിന് സ്ത്രീന്റെ മനി എന്ന് പറയും. മലയാളത്തിൽ ചിലപ്പോൾ അതിന് വേറെ കഴിവില്ല, ചിലപ്പോ അതല്ല വിഷയം. അത് പുറപ്പെട്ടാൽ കുളിക്കണം. ഇനി അത് പുറപ്പെട്ടു, അതല്ല ഇനി സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്ത് നിന്ന് പുറപ്പെട്ടത് പുരുഷന്റെ ഇന്ദ്രിയമാണ് നിൽക്കുക, എന്നാലും അവള് കുളിക്കണം. ഓടെ ഇതൊക്കെ ഒന്ന് മനസ്സിലാൻ വേണ്ടി പറയണ്ടല്ലോ അല്ലേ? അവളെന്ത് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ജനാവത്ത് കൂടിയൊക്കെ കഴിഞ്ഞ ശേഷം കണ്ടിട്ട് ഇങ്ങനെ എന്താണ് ഇപ്പൊ ഇങ്ങനെ പറയല്ലേ? ജനാവത്ത് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഓരോ സ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഇങ്ങനെ ഒലിച്ചിറങ്ങി നിൽക്കുക. ഏത് ഒലിച്ചിറങ്ങി? അവളുടെ മുഖ്യസ്ഥാനത്ത് നിന്ന് അവളുടെ ഭർത്താവിന്റെ ഇന്ദ്രിയം ഒലിച്ചിറങ്ങി. എന്നാ ഇനി അവള് വീണ്ടും കുളിക്കണം. അങ്ങനെ ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടി ആദ്യം അവൾ എന്ത് ചെയ്യേണ്ടതായിരുന്നു? ആ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് മൂത്രമൊഴിച്ച് അവിടെയൊക്കെ ചെയ്തൊന്ന് കഴുകി വൃത്തിയാക്കേണ്ടതായിരുന്നു. അത് ചെയ്യാത്തതിനെ കൊണ്ട് ചിലപ്പോൾ വീണ്ടും ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയാൽ കുളി നിർബന്ധമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ ക്ഷമിക്കണം, ഇത് ആളുകൾക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ.
ഇപ്പോ ഞാനിവിടെ ഒറ്റക്കാണ് എന്റെ റൂമിൽ ഇരിക്കുന്നത്. അതുപോലെ അങ്ങനത്തെ സാഹചര്യം ആവില്ല, ശ്രോതാക്കളുടെ റൂമിൽ ചിലപ്പോ അങ്ങനെ ആവൂല. അപ്പൊ നിങ്ങളെ ശ്രമിക്കണം. അപ്പൊ അങ്ങനത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോ പിന്നെ കുഞ്ഞിപ്പോ ഉണ്ടാവില്ല, കുട്ടികളും പിന്നെ മാതാപിതാക്കോ എല്ലാവരും കൂടി കേൾക്കാൻ പറ്റൂല്ലോ. അപ്പൊ ആ സമയത്ത് കുട്ടികളൊക്കെ ഒന്നുകൊണ്ട് ഒഴിവാക്കുന്നത് നല്ലതാ. ഇവിടെ ഈ ചോദ്യകർത്താക്കള് ഇത് ചോദിക്കുന്നത് അവർക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടിയാണല്ലോ. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടിയുള്ള പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ പറയേണ്ടി വരുമല്ലോ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെന്താണ്, പിന്നെ റമളാനിൽ 30 നോമ്പും ഒന്നിച്ച് നിയ്യത്ത് ചെയ്യാൻ പറ്റുമോ? അത് പറ്റൂല എന്നുള്ളതാണ്. റമളാന് തബീയത്ത് ഉണ്ടല്ലോ, ഓരോ ദിവസത്തെ നോമ്പിനും ആ ദിവസത്തിന്റെ രാത്രി നിയ്യത്തൊക്കെ നിർബന്ധമാണ്. അതാണ് ഷാഫി മദ്ഹബ്. അങ്ങനെയാണ് ഷാഫി മദ്ഹബ് അങ്ങനെയാണ്. ഓരോ ദിവസത്തെ നോമ്പിനും ആ ദിവസത്തിന്റെ രാത്രിയിൽ, ഇപ്പൊ നാളത്തെ രാത്രിയാണെന്നല്ലേ, നാളെ തിങ്കളാഴ്ച ആണല്ലോ, തിങ്കളാഴ്ചയുടെ രാവാണിന്ന്. അപ്പൊ നാളത്തെ നോമ്പിന് ഇന്നത്തെ ഈ രാത്രിയിൽ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. ഓരോ രാത്രിക്കും വേറെ രാത്രിനും നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. ഇതാണ് ഷാഫി മദ്ഹബ്. അതേസമയത്ത് മാലിക്കി മദ്ഹബിൽ അങ്ങനല്ല. മാലിക്കി മദ്ഹബില് ഒന്നിച്ച് നിയ്യത്ത് വെച്ചാൽ മദീന. റംലാന്റെ ആദ്യത്തെ രാത്രി തന്നെ ഈ റംലാൻ മുഴുവൻ നോമ്പ് നോൽക്കാൻ ഞങ്ങൾക്ക് എന്തി അങ്ങനെ നിയ്യത്ത് വെക്കാവുന്ന മാലിക്കി മദ്ഹബ്. അങ്ങനെ നിയ്യത്ത് വെച്ചാൽ പിന്നെ എന്ത് വേണ്ടെങ്കിൽ അവനെ ഓരോ രാത്രിയും വേറെ നിയ്യത്ത് വെക്കണ്ട. അപ്പൊ മാലിക്കി മദ്ഹബിൽ അങ്ങനെ മതി, നമ്മുടെ മദ്ഹബിൽ അങ്ങനെ പോരാ. ഓരോ ദിവസവും വേറെ തന്നെ നിയ്യത്ത് വെക്കണം എന്നാണ്. എന്നാൽ നമ്മുടെ ഫത്വയിലെ കണ്ടില്ലേ, നമുക്ക് സുന്നത്തുണ്ട്. എന്ത്, ഒരാൾ റംലാന്റെ ആദ്യത്തിൽ അങ്ങനെ നിയ്യത്ത് വെക്കൽ സുന്നത്തുണ്ട്. ഈ റംലാൻ മുഴുവൻ ഞാൻ നോമ്പ് നോൽക്കാൻ കരുതി എന്ന് റംലാന്റെ ആദ്യത്തിൽ ഒന്ന് നിയ്യത്ത് വെക്കൽ സുന്നത്താണ് നമുക്ക്. എന്തിനാണത്? അഥവാ രാത്രി നമുക്ക് ഒരു ദിവസം രാത്രി നിയ്യത്തൊക്കെ നമ്മൾ മറന്നു നിൽക്കുക അല്ലെ, നാളത്തെ നോമ്പിൽ ഇന്ന് നിയ്യത്തൊക്കെ ഞാൻ മറന്ന്, സുബൈന്റെ ശേഷം ഓർമ്മ, ഈ രാത്രി ഞാൻ നിയ്യത്ത് വെച്ചില്ലല്ലോ എന്ന് അപ്പോഴാ ഓർമ്മ. അപ്പൊ പ്രശ്നമില്ല. അപ്പൊ എന്താണ്, അന്നത്തെ നോമ്പുണ്ടല്ലോ, അന്നത്തെ നോമ്പ് മാലിക്കി മദ്ഹബ് പ്രകാരമാവട്ടെ. മാലിക്കി മദ്ഹബ് പ്രകാരം ഒന്നിച്ച് നിയ്യത്ത് വെച്ചാലും മതിയല്ലോ. ഞാൻ നിന്റെ മുമ്പ് ഒന്നിച്ച് നിയ്യത്ത് വെച്ചിട്ടുണ്ടല്ലോ, അന്ന് അന്നത്തെ നോമ്പ് ആ മദ്ഹബ് പ്രകാരമാവട്ടെ എന്ന് അവന്റെ മനസ്സിൽ കരുതുക. അപ്പൊ അന്നത്തെ നോമ്പ് സഹിയായി. മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ പിന്നെ അൽഹംദുലില്ലാ. അപ്പൊ PM ഒക്കെ കഴിഞ്ഞ് ഒറ്റ PM ബാക്കിയില്ല. എല്ലാ PMനും മറുപടി മറച്ചത് കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ഇത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിന് വലിയ പ്രതിഫലം പറഞ്ഞിരിക്കും, കേട്ട നിങ്ങൾക്കും ചോദിച്ചവർക്കും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പല വിഷയത്തിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവരൊക്കെ എന്തൊരു വിഷയത്തിന് വേണ്ടിയാണ് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫളൽ കൊണ്ട് നിർവഹിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കട്ടെ. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യസന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, മശായിഖന്മാർ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ ആഖിറത്ത് നന്നാക്കി തരട്ടെ. മരിപ്പിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തി തരട്ടെ. ഒരു അപകടങ്ങളിലും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. എല്ലാ വക അപകടങ്ങൾ തൊട്ടും മരണങ്ങൾ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ടും മാരകമായ രോഗങ്ങൾ തൊട്ടും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതബുകേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പില്ല. അതബുകാരനിലേക്ക് ഞാൻ തമാശകൾ പറഞ്ഞല്ലേ ഓരോന്നൊക്കെ. കുറുമ്പൻ അതബുകേട് കാണിച്ചിട്ട് മാപ്പില്ല ഒന്നുമില്ല. അതബുകാരൊന്നും കാണിച്ചിട്ടില്ല കുറുമ്പനൊന്നും. വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് നമ്മോടൊക്കെ എപ്പോഴും പെരുമാറാറുള്ളത്. എനിക്ക് ഇതിനു മുമ്പും പല പ്രാവശ്യം അദ്ദേഹം PM ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ PM ഒക്കെ വളരെ മാന്യമായ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇവിടെ ടെക്സ്റ്റ് ചെയ്യുന്നതും തന്നെ അതിൽ വളരെ മറ്റുള്ള ആളുകളും ചെയ്യുന്നത് പോലെ ഒന്നും അല്ലേ. ചില ആളുകൾ വളരെ അമാന്യമായ രീതിയിൽ ഇവിടെ ടെക്സ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട കുറുമ്പൻ, ആള് കുറുമ്പനാണെങ്കിലും ശരി, മാന്യത വിട്ടുകൊണ്ടുള്ള പിന്നെ ടെക്സ്റ്റ് ഒന്നും ഇവിടെ കണ്ടിട്ടില്ല, കണ്ടതായിട്ട് ഓർക്കണില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നോമ്പിന് ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മാലിക്കി മദ്ഹബിൽ ഇളവ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? നോമ്പിന് ബാധിക്കുന്ന അതില്ല, അങ്ങനെ പ്രത്യേകമായിട്ട് നമ്മൾ ഇതില്ല. ഒരാൾ മാലിക്കി മദ്ഹബിന്റെ പ്രകാരം നോമ്പ് നിയ്യത്ത് വെച്ചാൽ നോമ്പ് നോറ്റാലേ മാലിക്കി മദ്ഹബിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇല്ല എന്നാണ് തോന്നണം. നമുക്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നോമ്പ് മുറിയുന്നത് തന്നെയാണ്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയം നമ്മുടേത് പോലെ തന്നെ അവർക്കും തന്നെ സൂര്യൻ അസ്തമിച്ചാലാണ്. അപ്പൊ അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന പ്രത്യേകമായ കാര്യമൊന്നും ഇല്ല എന്നാണ് എന്റെ അറിവ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈർ. മാഷാ അല്ലാഹ്.